സ്വർഗത്തിലെ ദൈവം നൽകിയ ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമുക്കൊരുമിച്ച് ഇന്ന് രാത്രിയിലെ മീറ്റിങ്ങിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നാം ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്, നമ്മുടെ കുടുംബജീവിതത്തിന്, സഭയ്ക്ക് അനുഗ്രഹമായി തീരേണ്ടതിന്, കർത്താവിൽ നിന്നുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രിയും പ്രാപിച്ചവരായി കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ടെത്തുന്ന സന്തോഷത്തിൻ്റെ പരിപൂർണത ആസ്വദിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ ദാസനെ കർത്താവ് വളരെ ശക്തമായി നമ്മുടെ മധ്യ ഉപയോഗിക്കേണ്ടതിന്, ആത്മാവിൻ്റെ ശക്തിയോടെ ഇന്ന് രാത്രിയിലും ദൈവവചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അവിടുത്തെ ദാസനെ കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നാഥ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ അവിടുത്തെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. വിശേഷാൽ കർത്താവ് ഇന്നലെ രാത്രിയിലും അവിടുന്ന് ഞങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ ഒന്ന് പുനഃപരിശോധിക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ദൈവിക സന്ദേശം അവിടുത്തെ ദാസനിലൂടെ ശ്രവിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് ഞങ്ങളുടെ മേൽ വസിക്കുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ കഴിഞ്ഞ രാത്രിയിലും അവിടുന്ന് ഞങ്ങളെ ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിലും അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ പാട്ടുകൾ പാടി അങ്ങ് മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആത്മാവിൻ്റെ ശക്തിയിൽ അഭിഷേകത്തോടെ ആത്മാവിൻ്റെ നിറവിൽ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. യാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. സ്വർഗത്തിലെ ദൈവം അവരെയും ബലപ്പെടുത്തുമാറാകണമേ. അവരും കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയിലും കർത്താവേ, അവിടുത്തെ ദാസനെ ഞങ്ങളുടെ മധ്യയെ അവിടുത്തെ ശക്തിയോട് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായി തുടർന്നുള്ള ശുശ്രൂഷകളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലമാനും മഹത്വവും പുകഴ്ചയും അങ്ങ് മാത്രം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും ചേർന്ന് കരങ്ങളെ അടിച്ച് ഒരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനം ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. Yeah.
ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമുക്ക് വീണ്ടും നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒരു നിമിഷം അടയ്ക്കാം. നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കി നമുക്ക് ഒരുമിച്ച് തുറന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, വീണ്ടും ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താനാണ്. കർത്താവിൻ്റെ ദാസനെ കർത്താവ് നമ്മുടെ മധ്യ അയച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തിയോടെ നമ്മുടെ മധ്യ ഉപയോഗിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ ദാസനെ കർത്താവ് ബലപ്പെടുത്തുവാനിടയായി. അമ്മേ, സ്തോത്രം. നമുക്ക് വേണ്ടിയ ദൈവികാലോചന അവിടുന്ന് സ്തോത്രം കർത്താവിൻ്റെ ദാസനിലൂടെ നൽകി തരുവാനിടയായി. ഇന്ന് രാത്രിയിലും ദൈവം നമ്മളോട് വ്യക്തമായി വ്യക്തിപരമായി സംസാരിക്കേണ്ടതിന് നമുക്ക് വേണ്ടിയ ദൈവികാലോചന, നമ്മുടെ സഭയ്ക്ക് വേണ്ടി ദൈവികാലോചന അവിടുത്തെ ദാസനിലൂടെ കർത്താവ് നമുക്ക് നൽകി തരുവാനിടയാകേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കടന്നു വന്നിരിക്കുന്ന നമ്മെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ഒരു വ്യക്തി പോലും വെറും കൈയോടെ മടങ്ങുവാൻ പാടില്ല. ആമേ, സ്തോത്രം. കർത്താവ് നമ്മെ ബലപ്പെടുത്തുവാനിടയാകണം. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാനിടയാകണം. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ KC ജോൺസൺ ചായൻ പ്രാർത്ഥിക്കുമല്ലോ. ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധി കടന്നു വന്ന് ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തെ ആരാധിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവ് നൽകി തന്ന കർത്താവിൻ നല്ല അനുഭവങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ഭൗതികമായ ജോലിയുടെ ബന്ധത്തിൽ ഈ രാജ്യത്ത് വിവിധങ്ങളിൽ ഞങ്ങളായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലായിരുന്നു. കർത്താവെ, വിവിധങ്ങളിൽ ദൈവം ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങളെ സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവസന്നിധി കടന്നു വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുണ്ടെന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് വായിക്കുന്നു. ദൈവമക്കളായി ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് കന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കരേറ്റുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നല്ല ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ചില ദിവസങ്ങളായി കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളുടെ മധ്യയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാനും കർത്താവിൻ്റെ വചനത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് കേൾപ്പാനൊക്കെ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങളാകുന്ന കൃപയാലാണെന്നും കർത്താവിൻ്റെ കൃപ വ്യർത്ഥമായിട്ടില്ല എന്നും ഞങ്ങൾ തിരുവചനത്തിലൂടെ കഴിഞ്ഞ ദിവസം കാണുവാനിടയായല്ലോ. കർത്താവ് ഞങ്ങളെ ഓരോ ദിവസവും ജയോത്സവമായി നടത്തുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ ഞങ്ങളുടെ നടപ്പിൽ നിന്ന് നീ ഞങ്ങളെ വീണ്ടെടുത്ത് നിന്റെ മക്കളും അവകാശികളുമാക്കി തന്ന് പുത്രത്വം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു കാലത്ത് കർത്താവെ, ഞങ്ങൾ അന്ധകാരത്തിലായിരുന്നു. കർത്താവെ, ഞങ്ങളെ അതിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജീയ പുരോഹിത വർഗവുമായി സ്വന്തം ജനമാക്കി നീ ഞങ്ങളെ തീർത്തല്ലോ. ഞങ്ങൾക്ക് തന്ന എല്ലാ പദവികൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ മേൽ പകർന്ന എല്ലാ ദൈവകൃപയുടെ ആഴത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പലർക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള പലർക്ക് അനുഭവിപ്പാൻ കഴിയാത്ത വലിയ ആത്മ ചൈതന്യവും വലിയ ആത്മാവിന്റെ സന്തോഷവും ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ തന്ന് കർത്താവ് ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും ഞങ്ങൾ സഭയാം കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്റെ പാദപീഠത്തിലായിരിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വല്ലഭത്വം അനുഭവിപ്പാൻ, ആ ദൈവകൃപ അനുഭവിപ്പാൻ ഇന്ന് രാത്രി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ ശരീരത്തെ അതിനുവേണ്ടി ഒരുക്കുവാൻ കർത്താവേ, ഇന്ന് രാത്രി പിന്നെയും നീ ഞങ്ങളെ സഹായിക്കുന്നു. ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മധ്യ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനെ കുടുംബമായി ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് സഹായിക്കുന്നു. ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. വളരെ ആത്മനിറവോടെ ആ ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയ ദൈവമക്കളെ കർത്താവ് ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കൂട്ടിക്കൊണ്ടുന്ന ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിന്റെ വിവിധ അവസ്ഥകളെ ദൈവം അറിയുന്നു. കർത്താവേ, ആത്മീയമായും ശാരീരികമായും വലിയ വിടുതൽ ഇന്ന് രാത്രി അനുഭവിച്ച് കടന്നു പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യ അയച്ചിരിക്കുന്ന ബഹുമാന്യനായ കർത്താവിന്റെ ദാസനായി സ്തോത്രം. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കർത്താവിന്റെ വേലയുടെ ബന്ധത്തിലായിരിക്കാനും ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മധ്യ ആയിരിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ അവസരങ്ങൾക്കായി സ്തോത്രം. നിന്റെ ദാസനെ ശക്തമായി ഞങ്ങളുടെ മധ്യ ഉപയോഗിക്കണമേ. ദൈവത്തിന്റെ വചനവുമായി കർത്താവേ താൻ ഫുൾപെറ്റിൽ കയറുമ്പോൾ ഒരു അത്യുന്നതമാവുന്ന ദൈവശക്തി തന്റെ മേൽ വ്യാപരിച്ച് അത് ദൈവസഭയിൽ ആഗമനമുണ്ടായി ഒരു വലിയ
ഉണർവിന് കാരണമായി തീരുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആ നല്ല നിലത്ത് വിതച്ച കർത്താവ് വിത്ത് പോലെ കർത്താവ് 30, 60, 100 മേരിയായി വിളഞ്ഞ് ദൈവസഭയ്ക്ക് ഒരു വലിയ ആത്മീയ ചൈതന്യത്തിന് കാരണമാകുവാൻ ഞങ്ങളുടെ ഇടയിൽ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കണമേ. മനസ്സകർന്നവരുടെ ഹൃദയങ്ങളെ കെട്ടുമാറാകണമേ. വിവിധ ആവശ്യങ്ങളുടെ മധ്യയിലായിരിക്കുന്ന ജനത്തിനു വേണ്ടി നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഓ ഹോളിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആഗ്രഹിച്ചിട്ട് കഴിവില്ലാതെ ഡ്യൂട്ടിയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവരെ സഹായിക്കണം. വഴിയാത്രയിലായിരിക്കുന്നവരെ കൂട്ടിക്കൊടുത്തണമേ. ഒരുമിച്ച് നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപയും മാറാകണമേ. ഒരു അത്യുന്നമാവുന്ന ദൈവശക്തി പിന്നെയും ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ പകർന്ന് അത് ദൈവസഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമാക്കണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുമ്പം ദയതോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ഉത്തരമരുളും മാറാകണമേ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന ഒരു ഗാനവും കൂടെ നാം ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗാനമാണല്ലോ. നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് പാടി നമ്മുടെ കർത്താവിനെ നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, കിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, കിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. നാളിൽ
തകരുന്ന രാത്രിയായി Hallelujah. 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 Thank you, Jesus. Amen. Hallelujah. നമ്മുടെ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിന് ഒരു സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ തുടർന്നുള്ള സമയങ്ങൾ ഞങ്ങളായിരിക്കുന്നു. അവിടുത്തെ ദാസനിലൂടെ അവിടുന്ന് ഞങ്ങളോട് ഇടപെടുമാറാകണമേ, സംസാരിക്കണമേ. അവിടുത്തെ ദാസനെ ശക്തമായി ഞങ്ങളുടെ മധ്യ അവിടുന്ന് ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളെ സമ്പൂർണമായി അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ചു തരികയാ. മാനവും മഹത്വം അങ്ങേക്ക് മാത്രം ഞങ്ങൾ തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഇരിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ റിവൈവൽ മീറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ച ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷാൽ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ, എൽഡേഴ്സ്, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മുടെ മധ്യേ ആയിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ബി മോനച്ചൻ, കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നലെ രാത്രിയിലും കർത്താവ് വളരെ ശക്തമായി നമ്മുടെ മധ്യേ കർത്താവിൻ്റെ ദാസനെ ഉപയോഗിക്കുവാനിടയായി. തുടർന്നുള്ള സമയങ്ങളിലും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ കർത്താവിൻ്റെ ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി മുമ്പോട്ട് ക്ഷണിക്കും. പ്രൈസ് ലോർഡ്. കര ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ വളരെ അനുഗ്രഹീതമായ രാത്രിക്കായി വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ അഭിഷിക്തന്മാർക്കും നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നിസ്തുല്യനാമത്തിൽ വീണ്ടും എൻ്റെ സ്നേഹവന്ദനം നൽകുന്നു. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷി നിമിത്തം ഈ രാത്രിയിലും നിങ്ങളുടെ മധ്യയായിരിക്കാൻ കർത്താവ് എന്ന വിലയേറിയ അവസരം ഞാൻ കർത്താവിന് വാഴ്ത്തർപ്പിക്കുന്നു. അനുഗ്രഹീത ഗായക സംഘത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മൂപ്പന്മാരായ എൽഡേഴ്സായ അനുഗ്രഹീതരായ ഈ സഭയുടെ നെടുംതൂണുകളായ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എല്ലാവരെയും ഓർക്കുന്നു. ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിഥികളായി വന്ന ദൈവദാസന്മാരെ ഓർക്കുന്നു. ഈ രാത്രിയിലും ദൈവം നമ്മോട് സംസാരിപ്പാൻ വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദിവസത്തിലായിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കം നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഒരു നിമിഷം കണക്കിടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, രാത്രിയുടെ നിശബ്ദതയ്ക്കായി വാഴ്ത്തുന്നു. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. വായിച്ച വേദഭാഗത്തോട് ഇന്ന് രാത്രിയിൽ നമ്മുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകിയാൽ സ്തോത്രം.
വലിയ ദൈവശക്തി രാത്രി ഹാളിൽ വ്യാപരിക്കണം. ഇവിടുത്തെ കരം ഞങ്ങളെ തൊടുന്ന രാത്രിയാക്കണം. ഒന്നിച്ചനുഗ്രഹിക്കണം. പ്രാർത്ഥന കണ്ടാൽ നമിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം ചെയ്യാം. സുവിശേഷങ്ങളിൽ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പുള്ള ചരിത്രമാണെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷമുള്ള ചരിത്രമാണ്. അഭിഷേകം നിങ്ങളുടെ ചരിത്രം മാറ്റി എഴുതും. ഈ പണ്ടൊക്കെ പവർ മാൾട്ടിൻ്റെയും ചില ടോണിക്കുകളുടെയും ഒക്കെ പരസ്യത്തിൻ്റെ അടിയിൽ എല്ലനായ ഒരു മനുഷ്യനെയും തടിയനായ ഒരു മനുഷ്യനെയും വെച്ചിട്ട് കഴിക്കുന്നതിന് മുമ്പ് കഴിച്ച ശേഷം എന്ന് എഴുതി വെക്കും. കഴിക്കുന്നതിന് മുമ്പ് എന്നെപ്പോലാണ്, കഴിച്ച ശേഷം ഒരാളെ കാണുക. ഇതുപോലെ സുവിശേഷം അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പുള്ള ചരിത്രമാണെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷമാണ്. സാധാരണക്കാരായ ചില വ്യക്തികളിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ അവർ ചെയ്ത അസാധാരണമായ പ്രവൃത്തിയാണ് അപ്പോസ്തല പ്രവൃത്തി. അപ്പോസ്തല പ്രവൃത്തിക്ക് മറ്റൊരു പേരുണ്ട്, ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. നിങ്ങളൊരു സാധാരണ വ്യക്തിയായിരിക്കാം, പക്ഷേ ഇന്ന് രാത്രിയിൽ നിങ്ങളെ അസാധാരണക്കാരനാക്കി മാറ്റാൻ അഭിഷേകത്തിന് കഴിയും. ഈ ബോക്സ് കൂടെ ഒന്ന് തിരിച്ചു വെക്കാനൊക്കെ, അത് അങ്ങോട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നതാണോ? അതുകൂടെ ഒന്ന് വെച്ചിട്ട് ഫീഡ്ബാക്ക് നോക്കി. ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ ശക്തിയോട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിക്കപ്പെട്ടതിനാൽ പലർക്കും പല ഗുണമുണ്ടായി. എന്നെ ശ്രദ്ധിക്കൂ, നല്ലൊരു ടീം ഇവിടെയുണ്ട്. അനുഗ്രഹം. ഞാൻ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ എല്ലാം പോകുന്ന ആളാണ്. പോകുമ്പോഴത്തെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ വാച്ച് ചെയ്യും. നമ്മുടെ യങ്സ്റ്റേഴ്സ്, അവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അനുഗ്രഹീതരാണ്. നമ്മളൊരു യോഗം നന്നാകുമ്പോൾ അതിൻ്റെ പിൻപിൽ ഭീമോനച്ചനോ പാസ്റ്റർ എ.വൈ. തോമസിനോ ഇവിടെ നിന്നാൽ മതി. ഇതിൻ്റെ പിൻപിൽ കഷ്ടപ്പാടുകൾ ഒത്തിരിയുണ്ട്. എൻ്റെ ചർച്ചിലും ഇതുപോലെ എല്ലാ ടീമും ഉണ്ട്. സൂം പോകാൻ, ലൈവ് പോകാൻ, വീഡിയോ പോകാൻ. അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ കഷ്ടപ്പാടുകൾ. എന്ത് പെട്ടെന്നാണ് നമ്മൾ ചെറുപ്പക്കാർ ഇതൊക്കെ ചെയ്യുന്നത്. കർത്താവർക്ക് പ്രതിഫലം കൊടുക്കാതിരിക്കില്ല. അവരെ ഓർത്ത് നന്നായി ഒന്ന് കൈയടിച്ചാട്ടെ, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിനാൽ പലർക്കും പല ഗുണമുണ്ടായി. യഹൂദന്മാർക്കൊരു ബറബാസിനെ കിട്ടി, യൂദായിക്ക് 30 വെള്ളിക്കാശ് കിട്ടി, പടയാളികൾക്ക് പഴകിയ അങ്കി കിട്ടി, നമ്മുടെ നാട്ടിൽ ചിലർക്ക് ആണ്ടിലാണ്ടിൽ ഒരു ദുഃഖവെള്ളി ഉയർപ്പ് ഞായറും കിട്ടി. എന്നാൽ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിനാൽ നിനക്കും എനിക്കും നിത്യജീവൻ കിട്ടി. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിനാൽ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി കിട്ടി. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി നിർജീവ ശരീരത്തിന്മേൽ ജീവൻ വ്യാപരിപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന ശക്തിയാണ്. റോമ ഗവൺമെൻറ്റിൻ്റെ ഇബ്ബീരിൽ മുദ്ര തകർത്ത ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. സുന്ദരമെന്ന ദേവാലയത്തിൽ ഭിക്ഷ തൊണ്ടുവാൻ കൊണ്ടിരുത്തിയ ഭിക്ഷക്കാരൻ്റെ ഞാടി ഞരമ്പുകളിൽ ദൈവശക്തി വ്യാപരിപ്പിച്ചവനെ ചാടി എഴുന്നേൽപ്പിച്ച ശക്തിയാണ്. ആ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകൾ അടിച്ച് വാ തുറന്ന് അല്പസമയം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും കൈയടിച്ചാട്ട്, വാ തുറന്നാട്ട്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി ദൈവത്തോട് പറ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി ഈ രാത്രി എന്നെ നിറയ്ക്കണമേ എന്ന് എല്ലാവരും ആത്മാർത്ഥമായി ദൈവത്തോട് പറയാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം ആരംഭിക്കുന്നത് 1-ാം വാക്യം വായിച്ചാട്ട്. ആരാ വായിക്കുന്നത്? വായിച്ചാട്ട്. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ. ഇവിടെ തുടങ്ങുന്നത് അന്ന് യെരുശലേമിലെ സഭയ്ക്ക് വലിയൊരു ഉപദ്രവം നേരിട്ടു. ദൈവസഭ പീഡനത്തിലൂടെ പോകേണ്ടി വന്നു. ദൈവസഭയെ പീഡിപ്പിക്കാൻ ദൈവം അനുവദിച്ചു എന്ന് പറയുന്നതാണ് ശരി. ഇന്ന് രാത്രി ഇവിടെ വന്ന ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം. നമ്മുടെ കർത്താവ് അറിയാതെ, അവൻ അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. അതിലൊന്നും നിലത്ത് വീഴണമെങ്കിൽ ദൈവം അറിയണം. ദൈവം അറിയണം. ഇപ്പം ഈ കേരളത്തിൽ ഇലക്ഷൻ നടക്കുക, ഭരണം മാറണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് പലരും. പക്ഷെ ആരിരുന്നാലും ആര് വീണാലും
ദൈവത്തിൻ്റെ ഹിതമല്ല അതൊന്നും നമ്മളിൽ നിവർത്തിക്കില്ല. കർത്താവ് തൻ്റെ സഭയെ ദുഷ്ടമൃഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയും. തലയിലെ മുടി എണ്ണി ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? എന്തേലും ഒന്ന് പറ. തലയിൽ എത്ര മുടിയുണ്ടെന്നറിയാമോ? അറിയത്തില്ല. എന്നാൽ പിന്നെ എണ്ണിയേക്കാവെന്ന് വിചാരിച്ച് നാളെ പോയി പരസ്യമായി തലമുടി എണ്ണരുത്, വല്ലവരും കൊണ്ട് അഡ്മിറ്റാകും. പക്ഷെ ഞാനൊരു ഇംഗ്ലീഷ് മാഗസിൻ വായിച്ചപ്പോൾ പ്രായപൂർത്തിയായൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ 4 ലക്ഷം തലമുടി നാരുണ്ടെന്ന് വായിച്ചു. എത്ര ലക്ഷമാണ്? 4 ലക്ഷം. 4 ലക്ഷം തലമുടി നാരിൽ ഒന്ന് നിലത്ത് വീണാൽ എൻ്റെ കർത്താവ് അറിയുമെങ്കിൽ ഒരു തല മാത്രമുണ്ട്, തലവേദന കർത്താവ് അറിയുന്നില്ലയോ? 4 ലക്ഷം തലമുടി നാരിൽ ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ ഒരു ഹൃദയം മാത്രമുള്ള ഹൃദയത്തിൻ്റെ വേദന കർത്താവ് അറിയുന്നില്ലയോ? 4 ലക്ഷം തലമുടി നാരിൽ ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ ഒരു വയറ് മാത്രമുണ്ട്, വയറിൻ്റെ വിശപ്പ് ദൈവം അറിയുന്നില്ലയോ? 4 ലക്ഷം തലമുടി നാരിൽ ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ 2 കുഞ്ഞുങ്ങളെ നൽകിയെങ്കിൽ അവിടെ പ്രായം ദൈവം അറിയുന്നില്ലയോ? എൻ്റെ ദൈവം അറിയാതെ, അവൻ അനുവദിക്കാതെ നിനക്കൊന്നും സംഭവിക്കില്ല. ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ നിൽക്കുകയില്ല. ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ വിരൽ ചൂണ്ടുകയില്ല. ഈ ഓർഗൻ അടിക്കുന്ന ആളിങ്ങി വന്നേ. എന്തലയിലെ മൂടികളുമെല്ലാം നിർണയമവൻ നീ അറിയുന്നു. കയ്യണ്ണടിച്ചേ. എന്താലേ വിശ്വാസത്തോടെ പാടിക്കേ. മൂടികളുമെല്ലാം നിർണയമവൻ നീ അറിയുന്നു. ഒന്നാതിൽ നീലത്തു വീണിടണമെങ്കിൽ, ഒന്നാതിൽ നീലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. ഉന്നതനറിഞ്ഞേ സാധ്യമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ. എന്റെ ശക്തിയോടെ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു. തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാൻ അവനുള്ള കയ്യിലിരിക്കുകയാണ്, ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവവൈതൽ ഒരിക്കൽ കൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം ചെയ്യും. ആർദ്യാക്കടലിൽ ആഞ്ഞു വീശ കൊടുങ്കാറ്റിൽ നിന്ന്, കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷപ്പെട്ട പൗലോസ്ലീഹ വിറകെടുത്തിടുമ്പോൾ, ചൂടുകായാനിരിക്കുമ്പോൾ
തീക്കകത്ത് വിറകിടുമ്പോൾ അണലി പുറത്തിയാടി കൈമേൽ കടിച്ചു തൂങ്ങി. ഇവിടുത്തെ ആളുകളെല്ലാം കൂടെ കൂടിയിട്ട് പറഞ്ഞു, ഇവൻ ഒരു കുലപാതകനാണ്, ഇവൻ രക്ഷപ്പെട്ടിട്ടും കടലിൽ രക്ഷപ്പെട്ടിട്ടും നീതിദേവി ഇവനെ ജീവിപ്പാൻ അനുവദിക്കുന്നില്ല. ഇപ്പോൾ ഇവൻ ചത്തു വീഴുമെന്നവർ കാത്തു നിന്നു. അവരുടെ നടുവിൽ പൗലോസ് അപ്പം മുറിച്ച് തിന്നു. ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറയാം, നീ ചത്തു വീഴുമെന്ന് നോക്കി നിൽക്കുന്ന നടുവിൽ നിന്നെ നിവരെ നിർത്തുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഓ ഷമ റഖുനിയ ഉടമ റഖുനി ഹംതു റബ ഷംതുനിയ. അത്യുന്നതനായ ദൈവത്തിൻ്റെ വിളി കേട്ട് സ്വർഗസിയോൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ദൈവ പൈതലേ, നിന്റെ മേൽ നിറവേറാൻ പോകുന്നത് നീതിദേവിയുടെ പദ്ധതിയല്ല, ദൈവത്തിൻ്റെ പദ്ധതി അത്രേ. ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ദുഷ്ടപിശാചേ, നിന്റെ പദ്ധതിയല്ല, ഒരു ദേവന്റെയും പദ്ധതിയല്ല, ഒരു ദേവിയുടെയും പദ്ധതിയല്ല, എൻ്റെ മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ നിറവേറാൻ പോകുന്നത് ദൈവത്തിന്റെ പദ്ധതി അത്രേ. ശക്തിയോടെ കൈയടിച്ചാട്ട്, വാ തുറന്നാട്ട്, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദോഷ്ടശക്തികളുടെ പോരുകൾ ഈ രാത്രി തകരുന്ന രാത്രിയായി മാറട്ടെ. നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ നീതിദേവിയുടെ പദ്ധതിയല്ല, ഒരു ദേവന്റെയും പദ്ധതിയല്ല, ഒരു ദേവിയുടെയും പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതി നിറവേറട്ടെ. ശക്തിയോടെ ശക്തിയോടെ എല്ലാവരും ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ. ഓ ശബ ലഖമ റതുന ഉടമ റഖുനിയ ഹംതുന മസ്യ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പിലാത്തോസിന്റെ അരമനയിൽ ബന്ധനസ്ഥനായി നിൽക്കുമ്പോൾ പല ചോദ്യങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് രാത്രിയിൽ പല ചോദ്യങ്ങൾ നമ്മുടെ കർത്താവിനോട് ചോദിച്ചു. എല്ലാ ചോദ്യത്തിനും നമ്മുടെ കർത്താവ് ഉത്തരം പറഞ്ഞില്ല. 2 ചോദ്യത്തിനെ കർത്താവ് ഉത്തരം പറഞ്ഞുള്ളൂ. വീട്ടിൽ പോയി നോക്കണം. ഞാൻ ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാം, നിന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും നീ തന്നെ ഉത്തരം പറയാൻ പോകരുത്. ഉത്തരം പറയാൻ ദൈവത്തെ ഏൽപ്പിക്കണം, മറുപടി പറയാൻ ദൈവത്തെ ഏൽപ്പിക്കണം. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ അവൻ മറുപടി പറയും. 2 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഇതായിരുന്നു, ഒരു അഹങ്കാര ചോദ്യം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മക്കളെ എല്ലാവരും, സ്തോത്രം. ഒരു അഹങ്കാര ചോദ്യം പീലാത്തോസ് ചോദിച്ചു. ആ ചോദ്യം ഇതാ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നിന്നെ വിട്ടയക്കാനും നിന്നെ ക്രൂശിക്കുവാനും എനിക്ക് അധികാരമില്ലയോ? ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറണം. ഉടനെ നമ്മുടെ കർത്താവ് വാ തുറന്നു. കർത്താവ് പറഞ്ഞു, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ ഒരധികാരവുമില്ല. കൈയൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, വായൊന്ന് തുറന്നേ. ഓ ശകൽഖമറിയാന ദോഷ്ടപിശാചികൾക്ക് ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീ വാ തുറന്ന് പറ, ദോഷ്ടപിശാചെ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരധികാരമില്ല. കൈകളടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ദോഷ്ടപിശാചെ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരധികാരമില്ല. ഓ ശക്തിയോടെ ആരാധിച്ചുകൊണ്ട് പറ, ബദ്ധത്താൽ മുദ്രയിട്ടുകൊണ്ട് പറ, നിന്റെ തലമുറയെ മുദ്രയിട്ടുകൊണ്ട് പറ, ദുഷ്ടപിശാചേ. ശക്തിയോടെ മക്കളെ ആത്മാവിൽ ആരാധിച്ചേ, കൈകൾ അടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചേ. ഓ ശമ റഖമ റംതുന ഉടമ റഖോനിയ ഉടമ ശഖോലി ഹംതുനിയ ഉടമ റഖോനി ഹംതുനമശയ. മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ ഒരധികാരമില്ല. സാത്താൻ്റെ ചരക്ക് നിൻ്റെയിലില്ലെങ്കിൽ, പിശാചിൻ്റെ ചരക്ക് നിൻ്റെയിലില്ലെങ്കിൽ നിനക്ക് തൻ്റെ ഇടത്തോടുന്ന് രാത്രി പറയാം, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവുമില്ല. ദൈവം അനുവദിക്കാതെ നിന്നെ തൊടുവാൻ കഴിയില്ല. ഗൗരവമായ ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയിലെയും വേദഭാഗത്ത് പഠിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചത് സഭയെ പീഡിപ്പിക്കുവാൻ കൈനീട്ടി. അത് ദൈവം അനുവദിച്ചായിരുന്നു. അത് ഓർത്തോണം. സഭ എവിടെ പീഡിപ്പിക്കപ്പെടുന്നോ ദൈവം അനുവദിച്ച, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നമുക്ക് ഒന്നും സംഭവിക്കില്ല. കാരണം മണവാണും മണവാട്ടിയുമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ നോക്കിയിരിക്കുമോ? നിങ്ങൾ മാനുഷികമായി ചിന്തിച്ചേ. അങ്ങനെങ്കിൽ തൻ്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭയെ കുറേ ദുഷ്ടന്മാർക്ക് തട്ടാൻ എൻ്റെ ദൈവം വിട്ടുകൊടുക്കില്ല. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് പീഡനം? പീഡനം ദൈവം അനുവദിച്ചതാണ്. കാരണം
യെരുശലേമിലെ സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അവർ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണമെന്നായിരുന്നു. എന്നാൽ ദൈവശക്തി വ്യാപരിപ്പാൻ തുടങ്ങിയപ്പോൾ അവർ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അവർ വസ്തുവകലം വിറ്റ് വന്നുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അവരെ വിറ്റുപെറുക്കി ചാപ്പാടും ഒക്കെ അടിച്ച് കൃപയടുത്ത് അനുഭവിച്ച് അങ്ങ് കഴിഞ്ഞു. അവിടെ തന്നെ ഇരുന്നു. ഈ ദൈവശക്തി വ്യാപരിക്കുന്ന ആരാധനയിൽ മണിക്കൂറുകൾ മിനിറ്റുകളായി തോന്നും. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞേ? നിങ്ങളുടെ സഭയിൽ ആരാധനയിൽ ദൈവശക്തി വ്യാപരിച്ചാൽ മണിക്കൂറുകൾ പോകുന്ന അറിയത്തില്ല, മിനിറ്റുകളായി തോന്നും. ദൈവശക്തി വ്യാപരിക്കാത്ത ആരാധനയിൽ മിനിറ്റുകൾ പോലും മണിക്കൂറുകളായി തോന്നും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ലോകമൊക്കെയും ഭൂലോകമൊക്കെയും ചിതറിപ്പോയി സുവിശേഷം അറിയിക്കേണ്ട ദൈവസഭ ഒരിടത്ത് കൊട്ടിപ്പാടിയിരുന്നപ്പോൾ അവരെ ഭൂലോകം മുഴുവൻ ചിതറിക്കാൻ ദൈവം ചെയ്ത പദ്ധതിയായിരുന്നു പീഡനം. ജീവിതത്തിലെ പ്രതിസന്ധികൾ ദൈവഹിതത്തിനായി നമ്മെ തിരിപ്പാൻ വേണ്ടിയാണ്. ഒന്നുകൂടെ ദൈവാത്മാവിൽ ഞാൻ പറയാം, നിന്നെ തകർക്കാനല്ല ഈ ശോധന, നിന്നെ മുടിക്കാനല്ല ഈ വേദന, നിന്നെ പൊന്നാക്കി പുറത്തു കൊണ്ടുവരാത്ര ഈ ശോധന. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ കൈകൾ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ ഹല്ലേലൂയ. ഇനി മറ്റൊരു ദൂതൻ ഞാൻ ദൈവാത്മാവിൽ പറയാം. ദൈവസഭയെ മുടിക്കുവാനാണ്, തകർക്കുവാനാണ്, ഇല്ലായ്മ ചെയ്യുവാനാണ് പീഡനം അഴിച്ചു വിട്ടതെങ്കിലും സഭ തകർന്നില്ല, സഭ മുടിഞ്ഞില്ല, സഭ വളർന്നു. ഇന്ന് രാത്രിയിൽ രണ്ടാമത്തെ ദൂതൻ നിന്നോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നിനക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി പിശാചുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നിന്റെ നാശത്തിനായി, നിന്റെ തകർച്ചയ്ക്കായി ദുഷ്ടപിശാചി ചെയ്യുന്നത് പോലും നിന്റെ നന്മയാക്കി എൻ്റെ ദൈവം മടക്കി വരുത്തുന്ന ദൈവമാണ്. കരങ്ങളടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ പറ, നിന്നെ തകർക്കാൻ, നിന്റെ തലമുറയെ തകർക്കാൻ, നിനക്ക് ദോഷമായി ദുഷ്ടപിശാചി ചെയ്യുന്നത് പോലും നിന്റെ നന്മയാക്കി മടക്കി വരുത്തുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. പോരാ പോരാ പോരാ, എല്ലാവരും ശക്തിയോട് ആത്മാ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാടുന്ന രാത്രി ശക്തിയോട്. വിശുദ്ധ വേദപുസ്തകത്തിൽ 1000 പ്രാവശ്യം പറഞ്ഞാലും മതി വരാത്തൊരു വാക്യമുണ്ട്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പറഞ്ഞിട്ട്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. തിന്മയെന്ന് നിനക്ക് തോന്നുന്നു പോലും നന്മയാക്കി ദൈവം മാറ്റും. ദോഷമെന്ന് നിനക്ക് തോന്നുന്നു പോലും അനുഗ്രഹമാക്കി ദൈവം നിനക്ക് മാറ്റും. ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചിലരെ ഇവിടെ കണ്ടു. എനിക്ക് നമുക്ക് മാനസികമായ വിഷമം തോന്നുമ്പം ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് പ്ലാനുകളുണ്ട്, ദൈവത്തിന് പദ്ധതികൾ വ്യത്യസ്തമാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ 7ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ്റെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്ന് ഞാൻ കരഞ്ഞവനാണ്. സ്തോത്രം. 17 വയസ്സിന് താഴെ ഞങ്ങൾ 7 മക്കളായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ വേദപുസ്തകം എടുത്തുകൊണ്ട് ആദ്യമായി കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയതാണ്. എൻ്റെ അപ്പനെയും അമ്മയുമാണ് പെന്തക്കോസ്ത് ഉപദേശം സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മുടക്കിയത്. എൻ്റെ അപ്പനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സാക്ഷിയൊക്കെ അടക്കാനൊരിടമില്ലായിരുന്നു. ലോറിയിൽ കയറ്റിക്കൊണ്ടുകൊണ്ടി വന്നു, ശവമഞ്ചം വന്നില്ല. ഞാൻ എൻ്റെ അപ്പനെ കർത്താവ് എടുത്തപ്പം ചോദിച്ചു, കർത്താവേ, ഞങ്ങളെ അനാഥരാക്കി, അമ്മയെ വിധവയാക്കി, എൻ്റെ അപ്പൻ നിന്നെ സേവിപ്പാൻ ഇറങ്ങിയിട്ട് നീ എന്തിനിങ്ങനെ ചെയ്തു? കാലങ്ങൾ കഴിഞ്ഞപ്പം ദൈവം എന്നോട് പറഞ്ഞു, മകനെ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം നിമിത്തം സകല കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നീ ശക്തനാകേണ്ടതിന് ഞാൻ നിന്നെ കഷ്ടങ്ങളിലൂടെ നടത്തുകയാണ്. എന്നെനിക്കറിയാം, എൻ്റെ കർത്താവ് ദോഷമായിട്ടൊന്നും ചെയ്യില്ല. എൻ്റെ കർത്താവ് ദോഷമായിട്ടൊന്നും ചെയ്യില്ല. തിന്മയെന്ന് നിനക്ക് തോന്നുന്നതും നന്മയാക്കി മടക്കി വരുത്തുന്നൊരു ദൈവശക്തിയുണ്ട്. കൈയൊന്നുയർത്തി വായും തുറന്ന ശക്തിയോട് സ്തോത്രം പറഞ്ഞു. മക്കളില്ലാതെ ഭാരപ്പെട്ട ഒരു അപ്പനും അമ്മയും വളരെ വർഷങ്ങൾ 10-18 വർഷം പ്രാർത്ഥിച്ചു, ഒരു കുഞ്ഞിനെ കിട്ടി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ബുദ്ധിമാന്യമുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ അവർ വേദനപ്പെട്ടു. അമ്മ ഒത്തിരി കരഞ്ഞു. ഒരു ദിവസം അമ്മ ചോദിച്ചു, കർത്താവേ, ഇങ്ങനെ ആയിരുന്നു, കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ലായിരുന്നു. ഉടനെ തമ്പുരാൻ പറഞ്ഞു, മോളെ, എൻ്റെ ഈ ദാനത്തെ ആരെ ഏൽപ്പിക്കുമെന്ന് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു.
നിന്നെ ഏൽപ്പിച്ചാൽ നീ നന്നായി നോക്കുമെന്ന് വിശ്വസിച്ചാൽ ഞാൻ തന്നത്. നിനക്ക് ഭാരമാണ്, ഞാൻ തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. ഉടനെ അമ്മ പറഞ്ഞു, കർത്താവേ, ഇതെൻ്റെ ദൗത്യമാണ്, നീ എന്നെ ഏൽപ്പിച്ച നിയോഗമാ, എൻ്റെ കണ്ണടയും വരെ ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം. ദോഷമായി ദൈവം ഒന്നും ചെയ്യില്ല. നിനക്ക് തിന്മയെന്ന് തോന്നുന്നതും നന്മയാക്കി ദൈവം മടക്കി വരുത്തും. യോസഫിനെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടത് സിംഹാസനത്തിലെത്തിക്കാനല്ല, അവിടെ കിടന്ന് ചാകട്ടെന്ന് വിചാരിച്ച. യൂതേനൊരാഗ്രഹം ഉണ്ടായിരുന്നു രക്ഷിക്കണമെന്ന്. പക്ഷേ എന്നാലും സിംഹാസനത്തിൽ ചെല്ലണമെന്ന് അവനും ഇല്ലായിരുന്നു. പൊട്ടക്കിണറ്റിൽ നിന്ന് എപ്പൻ്റെ അടുക്ക് എത്തിക്കണമെന്നേ ഉള്ളായിരുന്നു. പക്ഷേ തമ്പുരാൻ യോസഫിനെ പിടിച്ചിറക്കിക്കൊണ്ട് വന്ന് തിരിച്ചവിടെ എത്തിക്കാനല്ല, സിംഹാസനം എത്തിക്കാനാ. അപ്പോൾ യോസഫിനെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടത് സിംഹാസനം എത്തിക്കാനല്ല, കിണറ്റിൽ കിടന്ന് ചാകാനാ. പക്ഷേ പിശാചൊരുക്കിയ പൊട്ടക്കിണർ സിംഹാസനത്തിലേക്കുള്ള ഒന്നാമത്തെ വാതിലാക്കി ദൈവം മാറ്റി. രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഒന്നുകൂടെ ഞാൻ പറയാം, നിനക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ ദർശനത്തിന് വിരോധമായി ദുഷ്ട പിശാചൊരുക്കുന്ന പൊട്ടക്കിണറുകൾ നിന്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി മാറ്റാൻ എൻ്റെ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവർ ശക്തിയോടെ കൈകളടിച്ച് അന്യഭാഷയിൽ ആത്മനിറവിൽ, എല്ലാവരും കൈയടിച്ച് ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ പറ, ഇന്നുള്ള വേദന നൽകുന്ന ശോധന വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും, എന്നെ തകർക്കാനല്ല വേദന, എന്നെ മുടിക്കാനല്ല ശോധന, എന്നെ പൊന്നാക്കി പുറത്തു കൊണ്ടുവരാൻ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലനെ കാരാഗ്രഹത്തിലിട്ടത് സുവിശേഷത്തിൻ്റെ വ്യാപ്തി തടയാനാണ്. പക്ഷേ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് 4 ലേഖനങ്ങൾ എഴുതി. അതിൻ്റെ പേരാണ് കാരാഗ്രഹ ലേഖനങ്ങൾ. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലമോൻ ലേഖനം, ഫിലിപ്പിയ ലേഖനമൊക്കെ അവിടെ കിടന്ന് എഴുതിയതാണ്. നിങ്ങൾ ചിന്തിച്ചോണം, സുവിശേഷത്തിൻ്റെ വ്യാപ്തി തടയാൻ ജയിലിനകത്തിട്ടപ്പം അവിടെ കിടന്ന് ഈ വയോവൃതൻ, എനിക്കതൊക്കെ വായിക്കുമ്പോൾ ഞാൻ കരയാറുണ്ട്. ഈ വയോധികൻ അവിടെ നിന്ന് കുത്തിക്കുറിക്കുന്നത് എന്താണെന്ന് സകതടവുകാർക്കും മനസ്സിലായില്ല, പട്ടാളക്കാർക്കും മനസ്സിലായില്ല. എന്നാൽ എഫെസോസിലായിരുന്നെങ്കിൽ അവിടൊക്കെ മാത്രമേ ദൂത് കിട്ടത്തുള്ളൂ. ലോകം മുഴുവനുള്ള സഭയ്ക്ക്, ജനിക്കാൻ പോകുന്ന നിനക്കും എനിക്കുള്ള ദൂത്. ഓ ഹല്ലേലൂയ. ആ കാരാഗ്രഹത്തിൽ കിടന്ന് ഈ അഭിഷക്തൻ കുത്തിക്കുറിച്ചു. എനിക്ക് മനസ്സിലാകാത്ത വസ്തുത പാസ്റ്ററെ, ഈ വയോധികൻ അഭിഷക്തനെ കുറിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് പിശാചിനും മനസ്സിലായില്ല, പട്ടാളക്കാർക്ക് മനസ്സിലായില്ല, റോമൻ അധികാരികൾക്ക് മനസ്സിലായില്ല. അധികാരികൾക്ക് മനസ്സിലായെങ്കിൽ തട്ടിപ്പറിച്ചവർ വലിച്ചു കീറി കളയുമായിരുന്നു. ഈ അഭിഷക്തൻ എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമോ, പഠിക്കുന്നവർക്കറിയാം, 4 യുവാക്കന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് ആ ലേഖനവുമായി 4 രാജ്യത്തേക്ക് അവർ പോയി. എഫെസോസിലേക്കുള്ളത് എഫെസോസിലേക്ക്, ഫിലിപ്പിയനിലേക്കുള്ളത് ഫിലിപ്പിയിലേക്ക്, ഫിലമോന് കൊണ്ട് ഓടുവാൻ 4 പേരെ ഒരുക്കി നിർത്തിയിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാം, പട്ടാളക്കാരറിഞ്ഞില്ല, സഹതടവുകാരറിഞ്ഞില്ല ഈ അഭിഷക്തൻ എന്താ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പിശാചി കാണാത്തൊരു മറവിടം, പിശാചി കാണാത്തൊരു ഒളിവിടം നിനക്കും നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ എൻ്റെ ദൈവശക്തനത്രേ. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട് കൈകൾ അടിച്ച് ആത്മനിറവിൽ അല്പസമയം മക്കളെ, കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ. നിനക്കും എനിക്കും എതിരായി ചെയ്യുന്നത് പോലും നന്മയാക്കി ദൈവം മാറ്റും. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ നിന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ഫിലിപ്പോസ് ഒന്നാമത്തെ വ്യക്തി. 2 ശമരിയ പട്ടണം. ആരാണ് ഫിലിപ്പോസ്? അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 1 മുതൽ വായിച്ചാട്ട്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയെ വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്ന യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം. അപ്പം അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ വചനം ഉപേക്ഷിച്ച് മേശമേൽ സൂക്ഷിപ്പാൻ പാടില്ല, അതുകൊണ്ട് മേശമേൽ സൂക്ഷിപ്പാനായി 5-6 പേരെ 7 പേരെ തിരഞ്ഞെടുക്കണം എന്ന് പറയുമ്പോൾ വഴവ് ചെലവ് കാര്യങ്ങളൊക്കെ നോക്കാനും
ഭക്ഷണം വിളമ്പാനും ഒക്കെ ആയിട്ട് 7 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ അടുത്ത വാക്യം വായിച്ചറിയാം. ആരൊക്കെയാണ് വായിച്ചാട്ട്? ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. Yes. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷന്മാരായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കരോസ്. അപ്പോൾ അവിടെ നല്ല പേരുകളാണ്, പിള്ളേർക്ക് ഇടാൻ പറ്റിയ പേരൊക്കെ താഴോട്ടുണ്ട്, നോക്കി അറിയാം. അത് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതേ ഉള്ളൂ. പേരിട്ടാൽ നല്ലതാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ 7 പേരെ തിരഞ്ഞെടുത്തു. അതിൽ 2 പേരായിരുന്നു ഫിലിപ്പോസും സ്തേഫാനോസും. ഞാൻ അതിലേക്ക് വരാം. പക്ഷേ അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വരവ് ചെലവ് കാര്യങ്ങൾ നോക്കാനും ഭക്ഷണം വിളമ്പാനും തിരഞ്ഞെടുത്തെങ്കിലും അവരുടെ ക്വാളിഫിക്കേഷനാണ് എന്നെ ചിന്തിപ്പിച്ചത്. അവരുടെ യോഗ്യത എന്താ? അവരുടെ യോഗ്യത ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യവും. അടുത്തത് പറഞ്ഞത് വിശ്വാസമുള്ള പുരുഷന്മാർ. ഒന്നാമത് ആത്മാവ്, രണ്ടാമത് ജ്ഞാനം, മൂന്നാമത് വിശ്വാസം, നാലാമത് നല്ല സാക്ഷ്യം. ആത്മനിറവുള്ളവൻ വേണമായിരുന്നു വരവ് ചെലവ് കാര്യം നോക്കാൻ, ഭക്ഷണം വിളമ്പാൻ. അന്ന് പണ്ട് പെന്തക്കോസ്ത് ഹോളിൽ തമ്പേർ അടിക്കണേ അഭിഷേകം പ്രാപിച്ചവൻ വേണമായിരുന്നു. നിങ്ങൾ അനങ്ങുന്നൊന്നും ഇല്ലല്ലോ. ഈയിടെ വെച്ചാൽ ഞാൻ സത്യം പറയും, ഇതൊക്കെ കാണുന്നേ. ഞാൻ ഈ കൺവെൻഷൻ നടത്തി വന്നപ്പോഴേ രുദ്രാമാക്ഷമാല ഇട്ടവനാണ് അടിച്ച് പെരുക്കുക. രുദ്രാക്ഷമാല ഇട്ടവൻ അടിക്കുന്നത്. അവൻ അടിക്കുന്ന കേട്ട് വേണം നമ്മൾ ആത്മാവിലാകാൻ. ഒരിക്കൽ കുമ്പനാട് കൺവെൻഷൻ ഞാൻ പറഞ്ഞുവിടാ, അഭിഷേകം പ്രാപിച്ച കൊച്ചുങ്ങൾ കയറി നിൽക്കട്ടെ, അല്ലാത്തവനെ ഇറക്കി വിടുന്നതിനകത്ത്. അതുകൊണ്ട് നിങ്ങളും അനങ്ങുന്നില്ല. നിങ്ങളെന്തിനാ? നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ ഇവിടെ വായിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഈയിടെ ഒരിടത്ത് പിന്നെ ഞാൻ കണ്ടേ, സത്യം പറയാ, പെന്തക്കോസ്ത് ഹോളിൽ ഒരിടത്ത് ചെന്നപ്പോഴേ 2 കാതും കുത്തിയവനിരുന്ന് അടിക്കുക. ഒരു കാതല്ല, ശൂന്യമാകുന്ന മ്ലേച്ഛതകൾ നിൽക്കതിനകത്ത് നിൽക്കാൻ തുടങ്ങി. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിനക്ക് പെർഫോമൻസ് കാണിക്കാൻ ഇടമല്ല ആരാധനാലയം. നിന്റെ കഴിവ് വെളിപ്പെടുത്താനുള്ള ഇടമല്ല ഇത്. ഞാൻ ഒന്നുകൂടെ പറയാം, മറ്റൊരു വിഷയം പ്രസംഗിക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കയറി വന്നുകൊണ്ട് പറയാം. നിനക്ക് പണമുള്ളത് കൊണ്ട് നീ പാസ്റ്ററാകാൻ ശ്രമിക്കരുത്. നിനക്ക് പ്രസംഗിക്കാൻ അറിയാവുന്നുണ്ട് നീ പാസ്റ്ററാകാൻ ശ്രമിക്കരുത്. നിനക്ക് പണമുള്ളത് കൊണ്ട് നീ നേതാവാകാൻ ശ്രമിക്കരുത്. പാടാൻ അറിയാമെന്ന ഒറ്റ കാരണത്താൽ ഗായക സംഘത്തിൽ വരരുത്. കൊട്ടാൻ അറിയാമെന്ന ഒറ്റ കാരണത്താൽ വർഷിപ്പ് ലീഡർ ആകരുത്. ഇത് അഭിഷേകമുള്ളവൻ ചെയ്യേണ്ടതാ. ഇത് ദൈവകൃപയുള്ളവൻ ചെയ്യേണ്ടതാ. ഇത് നിയോഗമുള്ളവൻ ചെയ്യേണ്ടതാ. ഇത് വിളിയുള്ളവൻ ചെയ്യേണ്ടതാ. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ കയറും മുമ്പ് തന്നെ ദൈവത്തോട് കരഞ്ഞോണം, പ്രാർത്ഥിച്ചോണം. കർത്താവേ, ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ ദൈവിക അഭിഷേകം വ്യാപരിക്കണമേ എന്ന് ഒന്നുകൂടെ കൈകൾ അടിച്ച ശക്തിയോടെ, ആത്മ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഈ പണ്ട് കുമ്പനാട് കൺവെൻഷന് പന്തലിടുന്നത് എല്ലായിടത്തു നിന്നും കൊണ്ടുവന്ന കമുകും ഓലയൊക്കെ കൊണ്ടായിരുന്നു. പണ്ടത്തെ നമ്മുടെ ഓളുകൾ ആരാധന കൺവെൻഷനൊക്കെ ഓലപ്പന്തല്ലായിരുന്നു, മാരാമൺ ഉൾപ്പെടെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും മാരാമൺകാരങ്ങനെയാണെന്ന് തോന്നുന്നു. ഇരിക്കാൻ എനിക്ക് കുഞ്ഞു ഓർമ്മയുള്ളൂ, എൻ്റെ പ്രായത്തിൻ്റെ ഓർമ്മയുള്ളൂ. അതിനേക്കാൾ ഒത്തിരി പ്രായവും അറിവും പക്വതയുള്ള ഇരിപ്പുണ്ട്. നമ്മളിരുന്നത് ഓലയുടെ അല്ലേ കൺവെൻഷൻ എന്തിരുന്നത്. പക്ഷേ ആ ഓലപ്പന്തലിൽ ഓലക്കീറി ഇരുന്ന് പ്രാപിച്ച അഭിഷേകവും കൃപയും ഇന്നുണ്ടോ? ഏസിക്കാതിരിക്കുമ്പോൾ. സ്തോത്രം. അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ കെ എബ്രഹാം സാറ് പന്തലിലൂടെ നടക്കും പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ ഒരുത്തൻ ഇരുന്നിങ്ങനെ കുഴിക്കുക, പന്തലിന് കാലിനാട്ടാനായിട്ട് കമുക് കുഴിച്ചിടാൻ പോവുക. അപ്പച്ചൻ ചെന്നിട്ട് തട്ടിച്ചു, എന്തുവാ അഭിഷേകം പ്രാപിച്ചതാണോ എന്ന്. അവൻ എന്തെന്ന് പോലും കേട്ടിട്ടില്ല. പോയി അഭിഷേകം പ്രാപിച്ചിട്ട് പാടാന്ന്. അന്ന് പന്തലിനെ നാട്ടേണ്ടവൻ പോലും അഭിഷേകമുള്ളവനായിരുന്നു. ഇന്ന് കൗൺസിലിൽ എത്ര എണ്ണം ഉണ്ട് അഭിഷേകമുള്ളവന്? നിങ്ങൾ വേണമെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തായാലും തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് തന്നെ എന്നെ വിളിച്ചേക്കുന്നത്. പണ്ട് വി.എ. തോമസ് പറയുമായിരുന്നു, പോകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോകാനുള്ള ടിക്കറ്റും കൊണ്ടാണ് പോകുന്നത്. കാരണം പ്രസംഗം കേൾക്കുന്ന വിളിച്ചവരാണ് ഇതിന് ടിക്കറ്റ് തന്നില്ല എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നമ്മെ വ്യത്യസ്തരാക്കുന്നത് കുഞ്ഞുങ്ങളെ നമ്മുടെ ഡോളറല്ല, നമ്മുടെ ദിർഹാംസ് അല്ല, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം അത്രേ. നമ്മുടെ തലമുറകൾക്ക് അന്യഭാഷ അപമാനമാകരുത്. അന്യഭാഷയും ആത്മനിറവും അഭിമാനമായിരിക്കണം.
ഹല്ലേലൂയ. ഒന്നുകൂടെ കൈകടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. ആത്മാ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. അഭിഷേകമുള്ളവനാണ്. ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞു, പത്രോസ് പ്രസംഗിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ ആത്മാവ് വന്നു. പ്രസംഗിക്കുന്നവൻ ആത്മാവില്ല, പിന്നെ ഇങ്ങനെ കേൾക്കുന്നവന് വരുന്നത്. കുത്തിയിരുന്ന് ആത്മാഭിഷേകം പ്രാപിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, നമ്മളിവിടെ ഇരിക്കുന്ന നിങ്ങളുടെ പിതാക്കന്മാർ കുറച്ച് പേരെങ്കിലും, ഒത്തിരി പേര് ഇവിടെ വന്ന് ഇവർ വന്നവരായിരിക്കും. പക്ഷെ നിങ്ങൾ ചിന്തിച്ചേ, നമ്മുടെ പിതാക്കന്മാർ എന്നാ കണ്ടോണ്ടാ പെന്തക്കോസി വന്നേ? പറയാ എന്തോ കണ്ടോണ്ടാ? അമ്പരചുംബികളായ ദൈവാലയങ്ങൾ വിട്ട്, 1000 1500 ആരാധനാലയ ആളുകളെ വിട്ട്, വലിയ സുന്ദര ദേവാലയങ്ങൾ വിട്ട്, ഇവിടെ അലക്സാണ്ടർ ചോദിച്ചറിയാം, 15 പേരും 20 പേരും ആരാധിക്കുന്ന ആരാധനാലയങ്ങളിലേക്ക്, ചാണകം മെഴുകിയിടത്തേക്ക്, ഇടിഞ്ഞു വീറായ ഹോളുകളിലേക്ക്, പ്രേതാലയമെന്ന് മനുഷ്യർ എഴുതി വെച്ചിടത്തേക്ക് നമ്മുടെ പിതാക്കന്മാർ മുട്ടുകുത്തി ആരാധിക്കാൻ തുടങ്ങി. അവരെന്തോ കണ്ടുകൊണ്ട് ഇറങ്ങിയേ? ആരാധനാലയം കണ്ടുകൊണ്ടിറങ്ങിയല്ല, സെമിനാരി കണ്ടിറങ്ങിയതല്ല, സെമിത്തേരി കണ്ടിറങ്ങിയതല്ല, ആളിനെ കണ്ടിറങ്ങിയവരല്ല, ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തി കണ്ടിറങ്ങിയവരാ. ഇന്നും ആരെങ്കിലും പെന്തക്കോസിലേക്ക് വരുന്നെങ്കിൽ നിന്റെ ആരാധനാലയത്തിന്റെ വലിപ്പം കണ്ടല്ല, ഓഡിറ്റോറിയം കണ്ടല്ല, സെമിനാരി കണ്ടല്ല, പ്രസ്ഥാനത്തിന്റെ വലിപ്പം കണ്ടല്ല, നേതാക്കളെ കണ്ടല്ല, നമ്മൾ ഇറങ്ങിയത് തേജോമനായ ദൈവത്തെ കണ്ടത്രേ. ഞാൻ ചോദിക്കാറുണ്ട്, പത്തനംതിട്ട കാതലിക് കോളേജ് ആ ഓഡിറ്റോറിയത്തിൽ ഞാൻ കല്യാണം നടത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ സകല പെന്തക്കോസുകളും വിറ്റുപെറുക്കിയാൽ അത് വാങ്ങാനുള്ള കാശുണ്ടോ വെച്ചാ? ഇല്ല. കോട്ടയം ദേവലോകം അരമന, കോട്ടയത്തെ സകല പെന്തക്കോസുകളും വിറ്റുപെറുക്കിയാലും ആ കോളേജും അരമനയും കൂടെ വാങ്ങാൻ കാശുണ്ടോ സാറേ? ഇല്ല. പിന്നെ എന്തോ കണ്ടോണ്ടാ പെന്തക്കോസിലേക്ക് ആള് വരുന്നത്? നിന്റെ കെട്ടിടത്തിന്റെ വലിപ്പമോ നിന്റെ പത്രാസ് കണ്ടുകൊണ്ടല്ലോ, ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകം കണ്ടുകൊണ്ട. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ ആരാധിച്ചിടത്ത് നമുക്ക് മധുവായി ഉണ്ടായിരുന്നു. പണ്ട് നമ്മൾ ആരാധിച്ചിടത്ത് ധൂപക്കുറ്റി ഉണ്ടായിരുന്നു. പണ്ട് നമ്മൾ ആരാധിച്ചിടത്ത് സ്ഥാനവസ്ത്രം ധരിച്ച പുരോഹിതന്മാരുണ്ടായിരുന്നു, മണമുണ്ടായിരുന്നു, മണിയടി ഉണ്ടായിരുന്നു. ഇവിടെ മധുവായില്ല, ഇവിടെ ധൂപക്കുറ്റിയില്ല, ഇവിടെ സ്ഥാനവസ്ത്രം ധരിച്ച പുരോഹിതന്മാരില്ല. എന്നാൽ അവിടെ ഇല്ലാത്തതൊന്ന് ഇവിടെ ഉണ്ട്, അവിടെ ഇല്ലാത്തതൊന്ന് ഇവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നുണ്ട്, ഇവിടെ ദൈവത്തിന്റെ അഗ്നി കത്തുന്നുണ്ട്, ഇവിടെ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുന്നുണ്ട്. എല്ലാ ദൈവമക്കളും ശക്തിയോടെ ആത്മാ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്. മക്കളെ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്. ഈ രാത്രി നീ ഭവനം കേൾക്കുമ്പോൾ തന്നെ ആത്മാവിനാൽ നിറയപ്പെടുക. പോരാ ശക്തിയോടെ. ഓ ഷമ റഖമ റഖോനി ഹംതുന ഉഡമ റഖോല ശബ്ദ റിഗാന ഉഡമ ലഖന ഹസുന റിയാന അലബ ശംഭമ റഖുന. ആത്മനിറവുള്ളവൻ, നല്ല സാക്ഷ്യമുള്ളവൻ, പ്രൈസ് ദി ലോർഡ്, വിശ്വാസമുള്ളവരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. എന്തിനാ? മേശമേൽ സൂക്ഷിക്കാൻ പറഞ്ഞു. ദൂതുണ്ട് അതിനകത്ത്. അരവിയരോ കാര്യം നടത്താൻ, ഭക്ഷണം വിളമ്പാൻ. പക്ഷേ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ 2 പേരെ ദൈവം മുന്നിൽ കൊണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ദൈവം മുന്നണിയിൽ കൊണ്ടുവന്നു. പേരറിയപ്പെട്ട അപ്പോസ്തലന്മാരെ കൊണ്ട് ചെയ്യാൻ കഴിയാഞ്ഞത് ഈ ഒതുക്കപ്പെട്ടവരെ കൊണ്ട് ദൈവം ചെയ്തു. വലിയ ദൂത ഇതിനകത്തുണ്ട്. എന്താ? എന്നെ ശ്രദ്ധിച്ചോ, എന്നെ മുഖത്തോട് നോക്കിയോ. അപ്പോസ്തലന്മാരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കാം. നിങ്ങൾ ആ കാര്യമൊക്കെ നോക്കി അടങ്ങി ഒതുങ്ങി അവിടെ വേണം കഴിഞ്ഞു. പ്രസംഗിക്കാൻ വരണ്ട, സാക്ഷി പറയാൻ വരണ്ട, പ്രാർത്ഥിക്കാൻ നിങ്ങൾ വരണ്ട, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, ഞങ്ങൾ പ്രസംഗിച്ചോളാം എന്ന് പറഞ്ഞാൽ ഒതുക്കപ്പെട്ടു. നിങ്ങൾ അവിടെ നിന്നോളാം പറഞ്ഞു. പക്ഷേ അതിലെ 2 പേരെ ദൈവം മുന്നണി കൊണ്ടുവന്നു. പേരെഴുതപ്പെട്ട അപ്പോസ്തലന്മാർക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് പേരറിയപ്പെടാത്ത ഈ അഭിഷക്തന്മാരെ കൊണ്ട് ചെയ്തെടുത്തു. ഇന്ന് രാത്രി ഹാളിൽ വന്ന ദൈവമക്കളിൽ ചിലരോട് പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുന്നു. ലോകത്തിൽ ആരെല്ലാം നിന്നെ ഒതുക്കാൻ നോക്കിയാലും, ആരെല്ലാം നിന്നെ മൂലയ്ക്ക് തള്ളാൻ നോക്കിയാലും, നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നീ ഒതുങ്ങിപ്പോകയില്ല. ദൈവം നിന്നെ കണ്ടെങ്കിൽ നീ ഒതുങ്ങിപ്പോകയില്ല. ദൈവത്താൽ നീ വിളിക്കപ്പെട്ടവനാണെങ്കിൽ നീ ഒതുങ്ങിപ്പോകയില്ല. കൈകളടിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണോ? ദൈവീയ അഭിഷേകം നിന്റെ മേലുണ്ടോ? ലോകത്തിൽ ആരെല്ലാം നിന്നെ ഒതുക്കാൻ നോക്കിയാലും നീ ഒതുങ്ങിപ്പോകയില്ല. ദൈവം നിന്നെ കണ്ടെങ്കിൽ
ദൈവം നിന്നെ വിളിച്ചെങ്കിൽ നിനക്ക് മാത്രം ചെയ്യുവാനൊരു ശുശ്രൂഷ ദൈവം കണ്ടിട്ടുണ്ട്. അത് വേറെ ആരെ കൊണ്ട് ചെയ്യിക്കത്തില്ല. മെഡിറ്ററേനിയൻ സമത്തിലൂടെ എത്രയോ വെയിൽ ഷാർക്ക് ഇനക്കിൽപ്പെട്ട തിമിംഗലങ്ങൾ പാഞ്ഞുപോയി. പക്ഷെ ദൈവത്തിൻ്റെ ആലോചന സ്പെസിഫൈ ആയി ഒരു തിമിംഗലത്തിൻ്റെ നേരെ പാഞ്ഞു ചെന്നു. എത്ര തിമിംഗലം പോയിട്ടും തമ്പുരാൻ ഒരു തിമിംഗലത്തെ കൽപ്പിച്ചാക്കി. എത്ര പ്രസംഗികരുണ്ടെങ്കിലും മക്കളെ, എത്ര പ്രവാചകരുണ്ടെങ്കിലും, എത്ര പാട്ടുകാരുണ്ടെങ്കിലും, എത്ര വർഷിപ്പ് ലീഡറുണ്ടെങ്കിലും, നീ ചെയ്യേണ്ട ശുശ്രൂഷ നിന്നെ കൊണ്ട് തന്നെ ദൈവം ചെയ്യിപ്പിക്കും. സ്പെസിഫൈ ആയി ദൈവത്തിൻ്റെ ആലോചന നിന്റെ നേരെ പാഞ്ഞു വരും. നീ വന്നിട്ടല്ല അത് പന്തിക്കിരിക്കില്ലെന്ന് പ്രവാചകൻ പറയും. ഓ, ആരെല്ലാം നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നിന്നെ ഓർത്തില്ലെങ്കിലും എൻ്റെ ദൈവം നിന്നെ ഓർക്കും. എൻ്റെ ദൈവം നിന്നെ അറിയും. എത്ര പേർക്ക് കൈകളടിച്ച ശക്തിയോട് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? നീ വന്നിട്ടല്ല അത് പന്തിക്കിരിക്കില്ല എന്ന് പറയുന്ന പോലെ ദൈവം കാര്യങ്ങളെ മാറ്റിമറിക്കും. എല്ലാവരും 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 ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുന്നു. ഒതുക്കപ്പെട്ട ചിലരെ, മറയപ്പെട്ട ചിലരെ, ആരും അറിയാത്ത ചിലരെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഈ ഹാളിനകത്ത് മറയപ്പെട്ടിരിക്കുന്ന ചിലരെ എൻ്റെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. സഭ പ്രാർത്ഥിച്ചാട്ട്, ഓ ഷമ റഖന ഹംതുനിയ, സഭ പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിന് നിയോഗം പ്രാപിച്ച് ചിലർ എഴുന്നേൽക്കാനായി. ഇന്ത്യ അറിയപ്പെടുന്ന, ലോകം അറിയപ്പെടുന്ന, കേരളം അറിയപ്പെടുന്ന സുവിശേഷകരായി മാറുവാൻ സിംഹതുല്യം ഗർജിക്കുന്ന, ആത്മാവിൽ പുറപ്പെടുന്ന, പരിശുദ്ധാത്മ നിവേശിതരായ ചില അഭിഷക്തന്മാർ നിങ്ങളുടെ സഭയ്ക്കകത്ത് നിന്ന് എഴുന്നേറ്റ് വരുവാനായി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. നിന്റെ തലമുറയിൽ ചിലരെ ദൈവം ഉപയോഗിപ്പാനായി പ്രാർത്ഥിച്ചാട്ട്. ഹോ, പോരാ പോരാ, എല്ലാവരും കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സൂചിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്ക്. അത് ഞാനാണെങ്കിൽ കർത്താവെ എന്നെ വിളിക്കണേ. ഹോ ഷോറിക്കോനിയ, കർത്താവെ നിയോഗം തരണമേ, എന്നെ എനിക്ക് ഇറക്കണമേ, എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കേ. എല്ലാവരും 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 ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. രണ്ടുപേരെ ദൈവം ഉന്നതരാക്കി, പ്രശസ്തരാക്കി. ഒന്ന് ഫിലിപ്പോസ്, രണ്ട് സ്തെഫനോസ്. ഞാൻ ഫിലിപ്പോസിലേക്ക് വീണ്ടും വരാം. ഫിലിപ്പോസ് പോയ പട്ടണമാണ് അടുത്തത്. ഫിലിപ്പോസ് വായിച്ചേ, ശമരിയ പട്ടണത്തിൽ ചെന്ന് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ചു. ഏതാണ് ശമരിയ പട്ടണത്തിന്റെ പ്രത്യേകത? ആരോടേക്ക് കയറില്ലായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 4:3 കർത്താവ് വെള്ളം ചോദിച്ചപ്പോൾ ശമരിക്കാർ ചോദിക്കുന്നു, യഹൂദനായിരിക്കെ എന്നോട് വെള്ളം ചോദിക്കുന്നതിന്? യഹൂദന്മാരുമായി സമ്പർക്കമില്ലായിരുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവ് അപ്പോസ്തലപ്രവൃത്തി 1:8 പറഞ്ഞു, യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും എൻ്റെ സാക്ഷികളാകണം. പ്രത്യേകം പറഞ്ഞു അവിടെയും കൂടെ പോകണം. സുവിശേഷം വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളയുന്നതാണ്. സുവിശേഷത്തിന് ജാതിയില്ല, സുവിശേഷത്തിന് മതമില്ല, സുവിശേഷത്തിന് വർഗ വർണ്ണ വ്യത്യാസമില്ല. നിങ്ങൾ സ്തോത്രം പറയോ പറയാതിരിക്കോ എനിക്ക് പ്രശ്നമല്ല. ദരിദ്രന് വേണ്ടിയും സമ്പന്നന് വേണ്ടിയും കർത്താവ് കാൽവറിൽ ചിന്തിയത് ഒരേ രക്തമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കേരളത്തിലെ ചില പ്രത്യേക ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. മക്കാമദീനയിൽ റോഡിലെ പോയിട്ടുള്ളവർക്ക് സൗദി അറേബ്യയിലെ റോഡ് തിരിയുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, അമുസ്ലിങ്ങൾ ഈ റോഡിലോട്ട് കയറരുത്, പൊക്കോണം. ലോകത്തിലെ എല്ലായിടത്തും വേറുകീർത്തിയുണ്ട്. പക്ഷെ വേദവസം പറഞ്ഞു, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് വേറുകീർത്തിയുമില്ല. കേരളത്തിൽ ചിലർക്ക് സ്ത്രീകൾ ചെല്ലരുത്, പുരുഷന്മാരെ ചെല്ലാവുള്ളൂ. എൻ്റെ കർത്താവ് വേർപാടിനെ നടിച്ചു ഇടിച്ചു കളഞ്ഞു. ശമരിയായിൽ ചെല്ലണം. എന്താണ് ശമരിയുടെ പ്രത്യേകത? വായിച്ചു നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതലുള്ള വാക്യങ്ങൾ. ഫിലിപ്പോസ് എന്ന അഭിഷക്തൻ അവൻ്റെ ശമരിയ പട്ടണത്തിൽ ചെല്ലും മുമ്പ് രണ്ട് ഉന്നതന്മാർ, രണ്ട് വൻപന്മാർ അവിടെ പോയതാണ്. വായിക്കാം 9:51. അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ
അവൻ യെരുശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് Yes. തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. ആ. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. യെസ്. എന്നാൽ അവർ യെരുശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഇവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. കൈവെക്കണം. പിന്നെ ഞാൻ പറയുമ്പോൾ ഒന്ന് വായിക്കണം. അപ്പം ഈ പീലിപ്പോസ് അവിടെ പോകും മുമ്പ് ആരൊക്കെയാണ് അവിടെ പോയത്? ആരൊക്കെയാണ് പോയത്? യാക്കോവും പേരഴിയപ്പെട്ട 2 ഉന്നതന്മാർ, 2 വൻപന്മാർ, 2 ശക്തന്മാർ അവിടെ പോയതാ. അവർ പോയിട്ട് ഒന്നും നടക്കാത്തിടത്തേക്കാണ് ദൈവകൃപ പ്രാപിച്ച പീലിപ്പോസിനെ അയച്ചത്. ഓരോ വാക്കും ഞാൻ ദൂത് വിളിച്ച് പറയുക. ഇതിനകത്തിരിക്കും നിങ്ങളിൽ ചിലരോട് ഞാൻ പ്രവചിക്കുക. നിന്നേക്കാൾ പേരും പെരുമയുമുള്ളവർ പോയിട്ട്, പ്രസിദ്ധന്മാർ പോയിട്ട് ഒന്നും നടക്കാത്തിടത്ത് അഭിഷേകമുള്ള നിന്നെ അയച്ച് ദൈവം ചില കാര്യങ്ങൾ ചെയ്തെടുക്കും. ഓ, ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ദൈവകൃപയുള്ള നിന്നെ അയച്ച് ദൈവം ചില കാര്യങ്ങൾ ചെയ്തെടുക്കും. ശക്തിയോടെ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. ഓ, എല്ലാവരും കൈയൊന്നടിച്ചേ, വായം തുറന്നേ, ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ. പ്രസിദ്ധന്മാർ പോയിട്ട്, പേരുള്ളവർ പോയിട്ട്, പെരുമയുള്ളവർ പോയിട്ട് ഒന്നും നടക്കാത്തിടത്ത് ദൈവകൃപയുള്ള നിന്നെ, അഭിഷേകമുള്ള നിന്നെ അയച്ച് ദൈവം ചില കാര്യങ്ങൾ ചെയ്തെടുക്കും. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. അവിടെ ഫിലിപ്പോസ് ചെല്ലും മുമ്പ് നമ്മുടെ കർത്താവിനോടൊപ്പം യാക്കോബും യോഹന്നാനും പോയതാണ്. അവിടെ ചെന്നിട്ട് അവർ കൈക്കൊണ്ടില്ല. ഉടനെ അവർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഏലിയാവ് ചെയ്ത പോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഇവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതം. ഇനി വായിച്ചാൽ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. എന്നിട്ട് കർത്താവ് പറയുക, നിങ്ങൾ ഏതാത്മാവിന് അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്നെ നോക്കിയേ. അപ്പം കർത്താവിൻ്റെ കൂടെ നടന്നു ഇപ്പം എന്നാ കയറി? ഒന്ന് പറയുന്നേ. കർത്താവിൻ്റെ കൂടെ നടന്നവൻ എന്നാ കയറി? വേറെ ആത്മാവ് കയറിയെന്ന്. കർത്താവിൻ്റെ കൂടെ നടന്നവന് വേറെ ആത്മാവ് കയറിയെങ്കിലേ വല്ലപ്പോഴും സഭായത്തിന് വരുന്നവന് വേറെ കയറാതിരിക്കും ആത്മാവ്. കൂടെ നടന്നവൻ ആത്മാവ് കയറി, വേറെ ആത്മാവ്. അങ്ങനല്ലേ എഴുതിയേ? കർത്താവരെ ശാസിച്ചെന്നാ, ശാസിച്ചു. ഇനി നോക്കിയേ, മത്തായി സുവിശേഷം 16-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, 13 മുതലുള്ള വാക്യം വായിച്ചാൽ, യേശു ഫിലിപ്പോസിന്റെ ഞാനത് പറഞ്ഞിട്ട് അടുത്തത് വായിച്ചാൽ മതി, കാരണം നമുക്ക് നേരമില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഫിലിപ്പോസിൻ്റെ കൈസർ അരമന ഇരിക്കുമ്പോൾ, കൈസറുടെ അരമന ഇരിക്കുമ്പോൾ കർത്താവ് ചോദിച്ചു, ജനം പലതും പറയുന്നുണ്ട് എന്നെക്കുറിച്ച്, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഉടനെ ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു. ഉടനെ കർത്താവ് പറഞ്ഞു, പറയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുക. ഈ നീ പത്രോസാകും, നീ പാറമേൽ പണിയും, കാതുള്ള ഗോപുരം അതിനെ ജയിക്കില്ല. കേട്ടോണം. ഇത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പം കർത്താവ് ഇത് വായിക്കണം 21 മുതലുള്ള വാക്യം വായിച്ചു. അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അപ്പൊ കർത്താവ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ തന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. ഉടനെ എന്താ യഥാർത്ഥ വാക്യം വായിച്ച്? പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി. ഉടനെ കർത്താവ് എന്റെ കൈക്ക് പിടിച്ച് പത്രോസ് കൊണ്ടുപോയി മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, അത് അരുത്, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. ആരെ ശാസിച്ചു? ഒന്നും പറയുന്നത്. പത്രോസ് കർത്താവിനെ ശാസിക്കുക, ശാസിച്ചു തുടങ്ങും. വായിക്കുക. നമ്മുടെ സുഹൃത്താ വായിക്കുന്ന. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ. കർത്താവ് ഭാവിശാച എന്ന് പറഞ്ഞു. ഇട്ടരുത്. കർത്താവ് എന്നാ ചെയ്തത്? ഏതും കൈക്ക് പിടിച്ച് മാറ്റി കൊണ്ടുവച്ച്, കർത്താവേ നിനക്കങ്ങനെ അരുത്, നിനക്ക് ഭവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്നെ പറഞ്ഞേ, എൻ്റെ പത്രോച്ചാ, നിനക്കെങ്കിലും അങ്ങനെ തോന്നിയല്ലോടാ. അങ്ങനെയാണ് പറഞ്ഞത്. കർത്താവ് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഭാവിശാചേ,
ചിലപ്പോൾ അഭിഷക്തന്മാർ ശാസിക്കും നിന്നെയല്ല, നിന്നകത്തുള്ള സാത്താനെയാണ്. എവിടെയാ പ്രശ്നം പറ്റിയെന്നറിയാവോ? ബറയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, നീ പത്രോസാകും, നീ പാറമേൽ എൻ്റെ സഭയെ പണിയുമെന്നൊക്കെ അങ്ങോട്ട് തമ്പുരാൻ പറഞ്ഞതും അല്ല, 90 ഡിഗ്രി പുള്ളി അങ്ങ് പൊങ്ങി. എവിടെ നീളം കയറുമോ അവിടെ വേറെ ആത്മാവ് കയറിയിരിക്കും. പിശാച് വിനാശക പർവ്വതമാണ്. പിശാചിന് ഇടം കൊടുക്കരുത്. അവസരം കൊടുത്താൽ ഏത് അപ്പോസ്തലനിലും, ഏത് പ്രവാചകനിലും, ഏത് പ്രസംഗനിലും പിശാച് കയറും. അവസരം കൊടുക്കരുത്. ഞാൻ കൂടെ ഒത്തിരി പാസ്റ്റേഴ്സിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്. ഞാൻ പറയും, ദൈവം നിന്നെ ഉപയോഗിക്കും തോറും കർത്താവിൻ്റെ കാൽപാദത്തിൽ വീണുകൊള്ളണം. നിഗളിക്കരുത്. 5 വിധം മാരകായുധങ്ങളാൽ പുത്രൻ തമ്പുരാനെ നമുക്കായി പങ്കിട്ട് നൽകി. പക്ഷേ അവൻ തൻ്റെ മഹത്വം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കില്ല. നീ തന്നെ മഹത്വം എടുക്കരുത്. നീ തന്നെ ജനത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ നിൽക്കരുത്. നീ ക്രൂശിൻ്റെ മറവിൽ മറഞ്ഞോണം. ക്രൂശിക്കപ്പെട്ടവനെ നീ ഉയർത്തിക്കോണം. നല്ലൊരു പാട്ട് പാടിക്കഴിയുമ്പോൾ, നല്ലൊരു പ്രബോധനം നടത്തി കഴിയുമ്പോൾ, നല്ലൊരു പ്രസംഗം കഴിയുമ്പോൾ മനുഷ്യൻ നിന്നെ പുകഴ്ത്തിയെന്ന് വരാം. നല്ല പ്രഭാഷണത്തിൻ്റെ ക്രെഡിറ്റ് ഉച്ചഭാഷണിക്കല്ല പ്രഭാഷകനാണെങ്കിൽ, നല്ലൊരു സന്ദേശത്തിൻ്റെ ക്രെഡിറ്റ് പ്രസംഗികനല്ല പരിശുദ്ധാത്മാവിനാണ്. ഒരു നല്ല സന്ദേശം കേൾക്കുമ്പോൾ നല്ല പ്രസംഗികനെന്നല്ല നീ പറയേണ്ടത്, നല്ല പരിശുദ്ധാത്മാവേ നന്ദി. ദൈവത്തിൻ്റെ ആത്മാവ് തന്നില്ല ഒന്നുമില്ല. ഞാനെപ്പോഴും പറയും, ഇന്നലെ നിങ്ങൾ കേട്ടില്ലേ, അടുത്ത് നിൽക്കുന്ന ദൈവദാസനോട് ഒരു സത്യം ഹൃദയത്തിൽ എന്ന് പറയാം. 30 ദിവസം ഓടുകയല്ലേ, എത്ര മൈൽ ഓടിയാണ് ഒരു സ്റ്റേജിൽ ചെല്ലേണ്ടത്. അടുത്തിരിക്കുന്ന ഒരാളോട് പ്രൈസ് ദി ലോർഡ് പറയാനുള്ള ശബ്ദം പോലും ഇല്ലാതെ കയറുന്നേ. പക്ഷേ കയറി നിന്ന് കഴിയുമ്പോൾ നമ്മൾ ആറുമാറും. കാരണം സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലത്രേ. നമുക്ക് പുകഴാനൊന്നുമില്ല, നമ്മളാകുന്ന ദൈവത്തിൻ്റെ കൃപയാലാണ്. കുഞ്ഞേ, അവസരം കൊടുക്കരുത്. പിശാചിനിടം കൊടുക്കരുത്. എത്ര വലിയ പ്രവാചകനെയും എത്ര വലിയ പ്രസംഗനെയും അവൻ തകർക്കും. അഹങ്കാരം, നിഗളം. അഹങ്കാരത്തെക്കുറിച്ച് ഡെഫിനിഷൻ, നിഗളത്തെക്കുറിച്ച് ഡെഫിനിഷൻ. നമുക്ക് തന്നെ ഒട്ടും മനസ്സിലാകാത്തതും നമ്മളെ കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതുമായൊരു സ്വഭാവം അത്. അഹങ്കാരമുള്ള ആൾ ചിന്തിക്കുന്ന എനിക്കൊട്ടും അഹങ്കാരമില്ല, പക്ഷെ കാണുന്നവനറിയാം അവൻ അഹങ്കാരിയാണ്. നിഗളം ലൂസിഫറിനെ, അരുണോദയപുത്രനായ ശുക്രനെ സാത്താനാക്കി മാറ്റി. അതാ ഞാൻ കൂടെ ദൈവാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒന്നിലും നിഗളിക്കരുത്. എത്ര ഉയർച്ച വരുമ്പോഴും താണോണം ദൈവസന്നിധിയിൽ. ഒന്ന് ശക്തിയോടെ കൈകൾ ഉയർത്തിയാട്ട് ദൈവത്തെ സ്തുതിച്ചാട്ട്. നമുക്ക് വചന ഉള്ളിൽ കയറണം. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവിടെ സുവിശേഷം പ്രസംഗിച്ചു. വൻപന്മാർ പോയിട്ട് ഒന്നും നടക്കാത്തിടത്ത് അഭിഷേകമുള്ളവനെ അയച്ച് ദൈവം ചിലത് ചെയ്തു. ദൈവം നിന്നെ ചിലടത്ത് അയക്കുമ്പോൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നിനക്കധികാരം തരും. ഒന്നും നിനക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല. വേറൊരാൾ വരണ്ട, നിന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. അതിനുവേണ്ടി ഈ ഉണർവ് യോഗം, ഈ അഭിഷേകം, ബീമോനച്ചനെ വിളിച്ച ദൈവം തന്നെയാണ് നിങ്ങളെയും വിളിച്ചത്. പൗലോസ് പറയുന്നത് അതാണ്. പത്രോസിനെ വിളിച്ച ദൈവം, പൗലോസിനെ വിളിച്ച ദൈവം തന്നെയാണ് നിന്നെയും വിളിച്ചത്. നീ ഏൽപ്പിക്കപ്പെട്ടാൽ നിന്നിലൂടെ അത്ഭുതങ്ങൾ നടക്കും. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു. അവിടെ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി, അടയാളങ്ങൾ നടക്കാൻ തുടങ്ങി. ഫിലിപ്പോസിനെ ജനം വിശ്വസിച്ചപ്പോൾ അവർ സ്നാനമേറ്റു. വലിയ ഉണർവ് നടക്കാൻ തുടങ്ങി. ഒരിക്കൽ 2 പേർ ചെന്നിട്ട് ഒന്നും നടക്കാത്തിടത്ത് ഇപ്പോൾ ദൈവം വലിയ ഉണർവയച്ചു. അവിടെ 2 പേരെ അയക്കുന്നുണ്ട്. അതിൽ ഒരാൾ, അവരാരൊക്കെയാ? പത്രോസും യോഹന്നാനും. പണ്ട് തീ ഇറക്കണമെന്ന് പറഞ്ഞവനെ ഇപ്പം ദൈവം അയച്ചിരിക്കുക സ്വർഗീയ തീ ഇറക്കാൻ.
പ്രൈസ് ലോർഡ്. അവിടെ ഒന്ന് രണ്ട് കാര്യം ഇവിടെ വായിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ആരാധിക്കാൻ പോകണം. അല്പസമയം ദൈവത്തെ ആരാധിപ്പാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അഭിഷേകത്തിനൊക്കെ അവസരം നൽകണം. 8-ാം അധ്യായത്തിൻ്റെ പ്രൈസ് ലോർഡ് 9 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് എല്ലാം പറയാൻ നേരമില്ല. 8-ന്റെ 9 മുതൽ എന്നാൽ ശിമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമര്യ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്നും പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. അവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കിയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അടുത്തത് ശിമോൻ താനും വിശ്വസിച്ച സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. മതി. ഒന്നുകൂടെ കൈ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചേ ശക്തിയോടെ. ഞാൻ അത്രയും വായിപ്പിച്ചത് അവിടെ 2 തവണത്തെ ഭ്രമിപ്പിച്ചു എന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതുവരെ ശിമോൻ മന്ത്രവാദം കൊണ്ട് ജനത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവരാജ്യം പ്രസംഗിക്കുന്ന അഭിഷേകമുള്ളവൻ അവിടെ ചെന്നപ്പോൾ അവൻ ഭ്രമിച്ചു, അവൻ വിറച്ചു. രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവത്തിനോട് ഞാൻ പറയാം, നീ മന്ത്രവാദിയെ കണ്ട് വിറയ്ക്കരുത്, മന്ത്രവാദി നിന്നെ കണ്ട് വിറയ്ക്കണം. നീ ആഭിചാരകനെ കണ്ട് വിറയ്ക്കരുത്, ആഭിചാരകൻ നിന്നെ കണ്ട് വിറയ്ക്കണം. നീ ശുദ്രക്കാരനെ കണ്ട് വിറയ്ക്കരുത്, ശുദ്രക്കാരൻ നിന്നെ കണ്ട് വിറയ്ക്കണം. കൈയടിച്ച് വാതുറം ദൈവത്തെ സൂചിച്ചേ. നീ 4-ാം വേദക്കാരനെ കണ്ട് വിറയ്ക്കരുത്, 4-ാം വേദക്കാരൻ നിന്നെ കണ്ട് വിറയ്ക്കണം. ശക്തിയോടെ കൈയടിച്ച് ആത്മാവിൽ ദൈവത്തെ സൂചിച്ചേ. നിന്നെ കണ്ടവൻ വിറയ്ക്കണം. ഹല്ലേലൂയ. ഞാൻ വടക്കേണ്ടിയിൽ ഈ അടുത്ത സമയത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ ദൈവദാസന്മാരോട് പറഞ്ഞു, ദൈവദാസന്മാരെ വടക്കേണ്ടി എന്നല്ല, നിങ്ങളോടും ഞാൻ പറയാം, നിങ്ങൾ ഈ ഇടവഴിയിലൂടെ പോകുമ്പോൾ, നിങ്ങൾ കേരളത്തിൽ പോകുമ്പോൾ, നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ, ഞാൻ പറയുന്ന അഭിഷേകമുള്ളവനെക്കുറിച്ചാണ്, ദൈവകൃപയുള്ളവനെക്കുറിച്ചാണ്. നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ പ്രൈസലോ അവിടെ ഇരിക്കുന്ന, ഇവിടെ വെച്ചാണ്ട് പറയാമല്ലോ, കുഴപ്പമില്ല, മൈക്ക് പുറത്തോട്ട് പോകുന്നില്ലല്ലോ. അവിടെ വെച്ചിരിക്കുന്ന വെച്ചുപൂജകൾ, അവിടെ ഇരിക്കുന്ന അന്ധകാര ശക്തികൾ നീ നടന്നു പോകുമ്പോൾ അതിനകത്തിരുന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി നിനക്ക് തിരിച്ചറിയാൻ വയ്യെങ്കിലും അവന് തിരിച്ചറിയാൻ കഴിയും. കൈകളടിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമോ? നിൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ദുഷ്ടാത്മസേനകളെ വിറപ്പിക്കുന്നതാണ്, അന്ധകാര വ്യാപാരങ്ങളെ വിറപ്പിക്കുന്നതാണ്. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് അഭിഷേകത്തിൻ്റെ ശക്തി തിരിച്ചറിയുക, ആത്മവ്യാപാരത്തിൻ്റെ ശക്തി തിരിച്ചറിയുക, ദുഷ്ട വ്യാപാരങ്ങളുടെ ശക്തി തിരിച്ചറിയുക. ശക്തിയോടെ ആരാധിക്കാം. ഹല്ലേലൂയ. 2 സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ട ദൈവപ്രവർത്തികൾ ഞാൻ പറയാം. ഞാൻ കോട്ടയത്ത് പടിഞ്ഞാറ് കുമരകത്തിന് പോകുന്ന സ്ഥലത്ത്, ഈ പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാം, അവിടെ തിരുവാർപ്പെന്നൊരു സ്ഥലമുണ്ട്, വലിയൊരു സ്റ്റേഡിയമുണ്ട്. അവിടെ എല്ലാ വർഷവും പെന്തക്കോസ്ത് യൂണിയൻ കൺവെൻഷൻ നടക്കും. ഒരിക്കൽ ഞാൻ അവിടെ ദൈവവചനം പ്രസംഗിക്കുകയാണ്. ആ സ്റ്റേജിൽ പബ്ലിക് സ്റ്റേഡിയമാണ്. ഇതുപോലെ തന്നെ ഈ വയനാടോട്ട് പോകുമ്പോൾ തൊട്ട് താഴെ വെച്ച് തിരുവമ്പാടി ഡിസ്ട്രിക്ട് കൺവെൻഷനും സംഭവിച്ചു. ഞാൻ ദൈവവചനം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏറ്റവും പുറയിൽ വചനം പ്രസംഗിക്കുക, കൈയടിച്ചില്ല, ആരാധിച്ചില്ല, പാട്ടുപാടിയൊന്നുമില്ല, ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏറ്റവും പുറയിൽ നിന്നൊരു ദുരാത്മാവ് ബാധിച്ചൊരു സ്ത്രീ ഇളകി ആടി മുമ്പിലേക്ക് വന്നു. നിർത്ത് എന്നും പറഞ്ഞ് മുമ്പോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് കൈ ഇങ്ങനെ വീക്കി അവൾ എടുത്തടിക്കുന്ന പോലെ സ്റ്റേജിലോട്ട് ഇങ്ങനെ ആരോ എടുത്തെറിയുന്നത് പോലെ വീണു. സ്തോത്രം. അവൾ അവിടെ കിടന്നുകൊണ്ട് വീണ്ടും അമറുകയാണ്. നിർത്ത് എന്ന് പറഞ്ഞ് അമറിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ വിരലിൻ്റെ അഗ്രം എൻ്റെ വിരലിൻ്റെ അഗ്രത്തിങ്ങനെ ഏശിപ്പോയി, തൊട്ടുപോയി. ഉടനെ അവൾ വിളിച്ചു പറയുക, അയ്യോ പൊള്ളിപ്പോയി. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ വലിപ്പം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം അന്ധകാര വ്യാപാരങ്ങളെ കരിക്കുന്നതാ. ആബാ ശബ റഖുനി ഹംധുനമ, പൈശാചിക ശക്തികളെ കരിപ്പാൻ കഴിവുള്ളതാ. കൈകളടിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിന് ദുഷ്ടാത്മ വ്യാപാരങ്ങളെ ഹല്ലേലൂയ കരിക്കാനുള്ള ശക്തിയുണ്ട്. ദൈവവൈതലേ, ശക്തിയോടെ ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ അന്യഭാഷയുടെ ശക്തി നീ മനസ്സിലാക്കണം. അതിൻ്റെ വില നീ മനസ്സിലാക്കണം. ആത്മവ്യാപാരത്തിൻ്റെ വില നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. യിരെമ്യാപ്രവചനത്തിൽ യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, നിന്നെ നിന്ന് രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഞാൻ നിർത്താൻ പോകുകയാണ്. സിംഹാസനമുള്ള, കിരീടമുള്ള, പട്ടാളക്കാളുള്ള ആളുകളുടെ നടുവിൽ ഞാൻ നിന്നെ നിർത്താൻ പോകുകയാണ്. പക്ഷേ ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതിരിക്കേണ്ടതിന് നീ അവരെ കണ്ട്
ഭ്രമിച്ചു പോകരുത്. നൂടെ ഞാൻ പറയാം, നീ അന്ധകാര വ്യാപാരത്തെ കണ്ടല്ല വിറയ്ക്കേണ്ടത്. നിന്നെ കാണുമ്പോൾ ആ ശക്തികൾ വിറയ്ക്കണം. കാരണം എന്താണെന്നറിയാമോ? നമ്മോട് കൂടെയുള്ളവൻ, പറഞ്ഞാട്ട് ദൈവ മക്കളെ, നമ്മോട് കൂടെയുള്ളവൻ, കൈയൊന്ന് ഉയർത്തി പറ മക്കളെ, നമ്മോട് കൂടെയുള്ളവൻ അവരോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. പോരാ, കൈ ഉയർത്തിപ്പറ, കൈ ഉയർത്തിപ്പറ, എല്ലാവരും കൈ ഉയർത്തിപ്പറ. പിശാചി കേൾക്കട്ടെ, അന്ധകാര വ്യാപാരം കേൾക്കട്ടെ, കൈ ഉയർത്തിപ്പറ, എല്ലാം നാവും ഒന്നിച്ച് ചേർന്ന് പറ, നമ്മോട് കൂടെയുള്ളവൻ അവരോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. നമ്മോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരേക്കാൾ വലിയവൻ. എന്നെ ശ്രദ്ധിച്ചേ മക്കളെ, എന്നെ ശ്രദ്ധിച്ചേ ചെറുപ്പക്കാരെ. നമ്മോടുകൂടെ ഉള്ളവൻ ഏകവചനം, അവരോടുകൂടെ ഉള്ളവർ ബഹുവചനം. നമ്മോടുകൂടെ ഉള്ളവൻ ഏകവചനം, അവരോടുകൂടെ ഉള്ളവർ ബഹുവചനം. നമ്മോടുകൂടെ ഒരുവനേ ഉള്ളൂ, അവരോടുകൂടെ ഒത്തിരി ആളുകളുണ്ട്. അവരോടുകൂടെ 300 കോടികളുണ്ട്. അവരോടുകൂടി MP ഉണ്ട്, MLA ഉണ്ട്, അവരോട് ഒത്തിരി പേരുണ്ട്. പക്ഷെ നിൻ്റെ കൂടെ ഒരുത്തനെ ഉള്ളൂ. ഓ ഷറഖോനി ഹംതുനിയ. എന്നാൽ നിൻ്റോടുകൂടെ ഉള്ള ഒരുവൻ അവരോടുകൂടെയുള്ള 300 കോടിയേക്കാൾ വലിയവനാകുന്നു. കൈയടിച്ച് ആരാധിച്ചുകൊണ്ട് പറ, ഓ ഷറഖ മാ സംധാനദിയ. നിന്നോടുകൂടെയുള്ള ഒരുവൻ അവരോടുകൂടെയുള്ള 300 കോടിയേക്കാൾ വലിയവനാകുന്നു. ശക്തിയോടെ ആരാധിച്ചോണ്ട് പറ, വലിയവനാകുന്നു. ആത്മ നിറവിൽ ദൈവത്തെ സ്തുതിച്ചോണ്ട് പറ, വലിയവനാകുന്നു. വിശ്വാസം കൊണ്ട് പറ, എന്നോടുകൂടെ ഉള്ളവൻ അവനോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. ശക്തിയോടെ 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 ആത്മ നിറവിൽ ദൈവത്തെ സ്തുതിച്ചേക്കുന്നേ. പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? നീ എന്തിനാ പേടിക്കുന്നേ? നീ എന്തിനാ പേടിക്കുന്നേ? ഫറവോന്റെ മുമ്പിൽ നിന്ന് ആശ വടി താഴെയിട്ടു. വടി എന്തായി മാറി? സർപ്പമായി മാറി, പാപമായി മാറി. ഉടനെ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും കൽദേവാദികളെ എല്ലാം വിളിച്ചു. ആര് വിളിച്ചു? ഫറവോൻ വിളിച്ചു. ഇത്രയേ ഉള്ളോ? അവരോട് പറഞ്ഞു, നിങ്ങളും വടി താഴെയിടാൻ. എത്ര പേര് വന്നെന്ന് അതിൽ എഴുതിയേക്കുന്നേ? വല്ല അറിവുണ്ടോ? ഉണ്ടോ? സകല അവിടെ ഞാൻ നമ്പറൊന്നും കണ്ടില്ല. അവിടെയുള്ള സകല മന്ത്രവാദിയും വിളിച്ചു, സകല ആഭിചാരകനെ വിളിച്ചു. അപ്പോൾ എത്ര പേര് കാണും ഏകദേശം? ഹല്ലേലൂയ. ഉണ്ടോ? അവൻ പറയുന്നുണ്ട്, സ്വത്രം പറ. അവന്മാരെല്ലാം വന്നു. കുറഞ്ഞ പക്ഷം എത്ര കാണും? ഏകദേശം ഒരു കണക്ക് പറ. ഒരു 500 വരുമല്ലോ, അത്രയെങ്കിലും വേണ്ട. ഒരു 500 എണ്ണമെങ്കിലും, വിളിപ്പുറത്ത് വരുന്ന 500 എണ്ണമെങ്കിലും വന്നു. യുവന്മാരെ അങ്ങനെ വേണം, വചനം പഠിക്കണം. അവന്മാരിങ്ങോട്ട് വന്നിട്ട് അത്രയേ ഉള്ളൂ ഇതാന്നും പറഞ്ഞ് അവരും വടി താഴെ ഇട്ടു. മോശയുടെ ഒരു വടി, മോശയുടെ ഒരു സർപ്പം. യുവന്മാർ 500 എണ്ണം വടി താഴെയിട്ട് 500 പാമ്പുകൾ നിൽക്കുമ്പോൾ മോശയുടെ ഒരു വടി, മോശയുടെ ഒരു പാമ്പ് ഈ 500 എണ്ണത്തെയും വിരിങ്ങിക്കളഞ്ഞു. നിന്നോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. കൈകളടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എന്നോടുകൂടെ ഉള്ളവൻ, വിശ്വാസമുണ്ടെ പറ, അവനോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. എല്ലാവരും ശക്തിയോട് ആത്മാവിൽ ആരാധിച്ചാട്, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്. മോനെങ്കിൽ വരുന്ന ഓർഗൻ അടിക്കുന്ന മോനിക്ക് വന്നാട്ട് എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്, ശക്തിയോട് ആത്മാ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്. കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ രാത്രി നീ വാ തുറന്ന് പറ, എന്നോട് കൂടെ ഉള്ളവൻ അവനോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. നീ ശുദ്ധരക്കാരനെ കണ്ട് ഭയപ്പെടരുത്, നീ മന്ത്രവാദിയെ കണ്ട് ഭയപ്പെടരുത്, നീ ആഭിചാരകനെ കണ്ട് ഭയപ്പെടരുത്. ഏറ്റവും അധികം നിനക്ക് ഭയപ്പെടുന്ന പെന്തക്കോസുകാരാ. ചിലർ വന്നാൽ ഉടനെ കണ്ണടച്ചാൽ ഉടനെ ബന്ധനമാണ് കാണുന്നത്. വന്നാൽ ഉടനെ മൊത്തം ബന്ധനം. അവർ പറയും, നാണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴേ ഉപദേശി ബന്ധനം കണ്ടു. ഞങ്ങളുടെ അടുത്ത് ഒരുത്തൻ ഇവിടെ 2 വർഷം കൂടി ഇരിക്കുന്നു. നിങ്ങൾക്ക് ഇതുവരെ ഈ ബന്ധനം വെളിപ്പെട്ടില്ലല്ലോ. ദൈവം ഞങ്ങളെ അയക്കുന്നത് ബന്ധനം കാണാനല്ല, ബന്ധനത്തിന്മേൽ വ്യാപരിക്കുന്ന അഭിഷേകം കാണാനാണ്. ദൈവം നിന്നെ അയക്കുന്നത് ബന്ധനം കാണാനല്ല, അതിന്മേൽ വ്യാപരിക്കുന്ന അഭിഷേകം കാണാനാ, കൃപ കാണാനാ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, നമ്മോടുകൂടെ ഉള്ളവൻ, മക്കളെ നിന്നോടുകൂടെ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ശക്തിയോടെ ഒന്നുകൂടെ കൈകളടിച്ചേ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. റബ ശബ റഖമ ഉഡമ റഖലു ഉഡമൽ ഖനബ ശംതുനിയ ഉഡമ ശഖോ റിഖോനി ഹംതുന. ഭയപ്പെടരുത്, ആഭിചാരത്തെ ഭയപ്പെടരുത്, മന്ത്രത്തെ ഭയപ്പെടരുത്,
ശുദ്രത്തെ ഭയപ്പെടരുത്. അവയ്ക്ക് നിന്നോട് ഒരു ദോഷവും ചെയ്യാൻ കഴിയില്ല. മുന്തിരി തോട്ടത്തിലെ നോക്കുകുത്തിയാണവ. നിന്നെ ഒന്നും ചെയ്യുവാൻ അവയ്ക്ക് കഴിയില്ല. ഞാനൊരു കാര്യം കൂടെ ചോദിച്ച് നിർത്താം. നമുക്ക് ആരാധിക്കാൻ പോവുക. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ള ദൈവമക്കളൊന്ന് കൈ വയ്ക്കിക്കേ. ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർ കൈ ഉയർത്തിയാട്ട്. യെസ്, ഓ ഗോഡ് ബ്ലസ് യു. ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചവരെ ഓർത്ത്. എൻ്റെ ചർച്ചിൽ കായംകുളത്തെ സഹോദരൻ വിടിപ്പുണ്ട്, ശശി ബ്രദർ, അനിത ഉണ്ടല്ലേ, ശശി ബ്രദറില്ലേ? ഓക്കെ. എൻ്റെ ചർച്ചിൽ അവർ ചോദിച്ചാൽ 80% ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടാണ്. പെന്തക്കോസ്തി ഒന്നും പറയല്ല. 90% കൃപയാൽ ഞാൻ സ്നാനപ്പെടുത്തി വരാം. ഞാൻ ഇന്നലെ ആരോട് പറഞ്ഞു, അനൂപ് എന്നൊരു സഹോദരൻ ഇവിടെ പറയാൻ വന്നാൽ നിങ്ങളുടെ വിശ്വാസം പറഞ്ഞു. ഞാൻ എങ്ങും പറയാറില്ല. എത്രയോ വിടുതൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ ദൈവം വിളിച്ചത് അത് കൊട്ടി ഘോഷിക്കാനല്ല, യേശുവിനെ ഘോഷിക്കാനാണ്. അനൂപ് എന്ന ഓച്ചറയിലുള്ള, അദ്ദേഹത്തിന് അറിയാൻ തോന്നുന്നു, ഓച്ചറയിലുള്ള അനൂപ്, അവൻ അമൃതാനന്ദമ്മയുടെ ശിഷ്യനാണ്. അവൻ്റെ അമ്മയും അവൻ്റെ കുടുംബക്കാരും. കൊച്ചി നേബിൾ ഫൈസിൽ ഉദ്യോഗസ്ഥനായിരുന്നു, കമ്പ്യൂട്ടർ എഞ്ചിനീയർ. അവിടുന്ന് കാനഡ ഗവൺമെൻറ്റിൻ്റെ ഇതോടുകൂടെ സ്കോളർഷിപ്പോടുകൂടെ കാനഡയിൽ എം ഡി ഇത് പഠിക്കാൻ പോയതാണ്. എന്താ കമ്പ്യൂട്ടർ എംടെക് പഠിക്കാൻ പോയതാണ്. അവിടെ വെച്ച് സൊറിയാസിസ് എന്ന അസുഖം എന്ന് പറഞ്ഞാൽ പാണ്ടല്ല, ആനയുടെ ദേഹം പോലെ ഇരിക്കും. ആനയുടെ ദേഹം പോലെ ചൊറിഞ്ഞ് തടിച്ച് കാനഡക്കാർ സകല ട്രീറ്റ്മെൻറ്റ് നോക്കി നടന്നില്ല. അയ്യോ, തടിച്ചിരിക്കുകയാണ് ആനയെപ്പോലെ. അവൻ്റെ ഫോട്ടോ കാണണം, മുമ്പലത്തെ സുമുഖൻ. അങ്ങനെ തടിച്ചു ഇരുന്ന അവൻ്റെ ദേഹം മുഴുവൻ ചൊറിഞ്ഞ് പൊട്ടി അളിഞ്ഞ് അവൻ്റെ വീട്ടിൽ വേലക്കാർ പോലും കയറില്ല, ആരും കയറില്ല. ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ്. സ്തോത്രം. ആരോ ദുബായിൽ നിന്ന് അവൻ്റെ ആരോ പറഞ്ഞു പ്രാർത്ഥിക്കുന്നവർക്ക് കൊണ്ടുപോകാൻ. നമ്പർ കേട്ട് അവനെ അതിലേക്ക് വരുമ്പോൾ ഒരെല്ലും തോലും അവനെ ഇതിറങ്ങുമ്പോൾ അവന് സഹിക്കാൻ വയ്യ, മൊത്തം ചൊറിയുകയാണ് ഇങ്ങനെ. സ്തോത്രം. അതുകൊണ്ട് നീ പേടിക്കരുത്. സ്തോത്രം. ഞങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്ന ദൈവമാണ്, പക്ഷെ പിടിപ്പിച്ചാലും ഇല്ലെങ്കിലും യേശുവിനെ സേവിക്കാൻ തീരുമാനിക്കണം. ഇങ്ങനെ ചൊറിഞ്ഞ് വന്നവൻ, ഞാൻ കഴിഞ്ഞ വേണേൽ ഫോട്ടോ കാണിക്കുക, ഇങ്ങനെ ചൊറിഞ്ഞിങ്ങോട്ട് വന്നവൻ അവിടെ ഇരുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് കൈവച്ച് ശാസിച്ചു. എല്ലാ ഡോക്ടർമാരും മന്ത്രവാദി ആഭിചാരം ഹോമവും എല്ലാം കഴിഞ്ഞ് വന്നതാ. ഒരെണ്ണം വീട്ടിൽ കയറില്ല. അവൻ പറഞ്ഞതിനകത്തോട്ട് വന്നിരുന്നപ്പം ദൈവമക്കളെൻ്റെ അരിയിലിരുന്നപ്പം എനിക്ക് സമാധാനമായി. എൻ്റെ അരിയിൽ അരിവിരിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, നയമാൻ്റെ ദേഹം കുഞ്ഞിൻ്റെ ദേഹം പോലെ ആയതുപോലെ ദൈവം അവൻ്റെ ദേഹം മാറ്റി. സ്വോത്രം സ്വോത്രം സ്വോത്രം. കുമരകൻ റിസോർട്ടിൽ വെച്ച് PhD കാരിക്ക് ഒരു കൊച്ചിനെ കൊണ്ട് ഞാൻ കൃപയാൽ എളിയവൻ അവിടെ കല്യാണം നടത്തി കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുക. വെറുതെ ഒരു പ്രസംഗം കേട്ട് വാ വിളിച്ചിരുന്ന് കണ്ണും പിടിച്ചെന്ന് പോകാതെ ഈ രാത്രി വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിൻ്റെ കലശം കർത്താവിന് വലിയ കാര്യമല്ല, നിൻ്റെ പ്രശ്നം ദൈവത്തിന് വലിയ കാര്യമല്ല, നിൻ്റെ രോഗം ദൈവത്തിന് വലിയ കാര്യമല്ല. വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. മോനെ ശബ്ദല ഒന്ന് അനക്കിക്കോ. ദൈവത്തെ ആരാധിച്ചേ. എല്ലാവരും കൈ ഒന്ന് അടിച്ചേ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മൾ ഇന്നലെ വായിച്ച അപ്പോസ്തലർ 19-ാം അധ്യായമാണ്. 19-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം കൂടെ വായിച്ച് ക്രോസ് ചെയ്യാൻ പോവാ. ഈ ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് എഫെസോസിൽ ചെല്ലാൻ, എന്നെ നോക്കിയേ അവിടെ അദ്ദേഹം വായിക്കും. എഫെസോസിൽ ചെല്ലാൻ 3 പ്രാവശ്യം നോക്കിയതാണ്. 3 പ്രാവശ്യവും നടന്നില്ല. 3 പ്രാവശ്യം ചെല്ലാൻ കഴിഞ്ഞില്ല. പക്ഷേ തടഞ്ഞു, പലപ്പോഴും യാത്ര തുടങ്ങി. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അവിടെ നിർത്തി. ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുക, നീ ചെല്ലേണ്ടിടത്ത് എത്താതിരിക്കാൻ, നീ എന്നെ അയക്കാതിരിക്കാൻ പിശാച് എന്തെല്ലാം പദ്ധതി ഇറക്കിയാലും ദൈവത്തിൻ്റെ സമയത്ത് നീ നിൽക്കേണ്ടിടത്ത് നിന്നിരിക്കും. ദൈവം നിന്നെ നിർത്തിയിരിക്കും. ഹല്ലേലൂയ. പൗലോസ് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഉള്ള ആരാന്നറിയാമോ? അവിടെ ഉള്ളത് അസാമാന്യ അന്ധകാര വ്യാപാരം. നിങ്ങൾക്കറിയാം, ദോവിൽ നിന്ന് വീണ് കിട്ടിയ ജൂപ്പിറ്റർ ദേവൻ്റെ പുത്രി, അവിടെ എഴുതിയിരിക്കുന്ന ആർത്തമീസ് മഹാദേവി, അവിടെ മുഴുവൻ അവൾ നിറഞ്ഞു നിൽക്കുകയാണ്. മന്ത്രവാദികളുടെ ആഭിചാരകന്മാരുടെ ആസ്ഥാന മന്ദിരം. എത്ര ലക്ഷം രൂപ വരെയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ അവിടെ തീയിട്ടെന്നറിയാമോ? എന്ന് പറഞ്ഞാൽ ഭയങ്കര അന്ധകാരം നിറഞ്ഞ സ്ഥലം.
ഒന്ന് വായിച്ചേ സഹോദരൻ ബ്രദറെ, ഒന്ന് വായിച്ചേ. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കയാൽ അവന്റെ മേന്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നേക്ക് നോക്കിയാ ദൈവമക്കൾ, എൻ്റെ മുഖത്തേക്ക് നോക്കിയാട്ട് അസാധാരണമായ അന്ധകാര വ്യാപാരം വ്യാപരിച്ച ആ സ്ഥലത്തേക്ക് പൗലോസ് കാലുകുത്തിയപ്പോൾ അസാധാരണമായ ഒരഭിഷേകം പൗലോസിന്മേൽ വന്നു. രാത്രി ദൈവം നിന്നോട് പറയുന്നു, നീ നിൽക്കുന്നത് അസാധാരണമായ അന്ധകാരമുള്ളിടത്താണെങ്കിൽ നിന്റെ മേൽ അതിനെ കവിയുന്ന അസാധാരണമായ ഒരഭിഷേകം വ്യാപരിക്കാൻ പോകുകയാണ്. പോരാ, വാ തുറക്ക്, ആത്മാവിൽ ദൈവത്തെ ആരാധിക്ക്, നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്ക്. ശരീരം വിട്ടുകൊടുക്ക്, കൈകൾ വിട്ടുകൊടുക്ക്, വാ വിട്ടുകൊടുക്ക്. അസാധാരണമായ അന്ധകാര വ്യാപാരമുള്ളിടത്ത് നിന്നെ ദൈവം നിർത്തുമ്പോൾ അസാധാരണമായ ഒരഭിഷേകം നിന്റെ മേൽ വരും. അസാധാരണമായ ഒരഭിഷേകം നിന്റെ മേൽ വരും. നീ നിൽക്കുന്നത് എവിടെ ദൈവത്തിനറിയാം. സാത്താന സിംഹാസനമുള്ള ദൈവത്തിനറിയാം. യേശുവിന്റെ നാമത്തിൽ OPA ചർച്ചിൽ ആരാധിക്കുന്ന ദൈവസഭയെ പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുന്നു, അസാധാരണമായ ഒരഭിഷേകം നിന്റെ മേൽ വരാൻ പോകുകയാ. എല്ലാവരും ദൈവത്തിൽ എഴുന്നേറ്റാട്ട്, എല്ലാവരും ചാടി എഴുന്നേറ്റാട്ട്. അസാധാരണമായ അന്ധകാരം വ്യാപാരമുള്ളിടത്ത് അസാധാരണമായ അഭിഷേകം വരും. ഇന്നലെ ഏലിയാശ പറഞ്ഞു, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. അപ്പൻ്റെ കൃപ പോരാ നിനക്ക്, അപ്പൻ്റെ കാലത്തെ അഭിഷേകം പോരാ നിനക്ക്, കഴിഞ്ഞ വർഷത്തെ അഭിഷേകം പോരാ. ഈ അന്തരീക്ഷത്തിൽ പോലും വ്യാപരിച്ചിരിക്കുന്നത് അന്ധകാരത്തിൻ്റെ വ്യാപാരമാണ്. ഡോളർ കൊണ്ട് നിനക്ക് നിൽപ്പാൻ കഴിയില്ല, പണം കൊണ്ട് നിനക്ക് നിൽപ്പാൻ കഴിയില്ല, റിയാൽ കൊണ്ട് നിനക്ക് നിൽപ്പാൻ കഴിയില്ല. ദൈവീയ അഭിഷേകമില്ലാതെ നിനക്കും നിന്റെ തലമുറയ്ക്കും ഒരു നിമിഷം നിൽപ്പാൻ കഴിയില്ല. ഫിലിപ്പോസിലൂടെ ഈ അത്ഭുതങ്ങളെ ചെയ്തു, ഫിലിപ്പോസിലൂടെ ദൈവം അടയാളങ്ങളെ ചെയ്തു, ഫിലിപ്പോസിലൂടെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്തു. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് പ്രവർത്തിച്ച ദൈവം നമ്മുടെ കാലത്തും പ്രവർത്തിക്കും. കഴിഞ്ഞ രാത്രി ഞാൻ നിങ്ങൾ പറഞ്ഞു, ഇന്നും ഞാൻ അനന്യൻ. യെശയ്യാവ് 43:13, ഇന്നും ഞാൻ അനന്യൻ, ഞാൻ പ്രവർത്തിക്കും, ആർ തടയും? When I act, who will postpone it? When I act, who will set it aside? ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരംഭിച്ചാൽ ആർക്കും മാറ്റിമറിക്കാൻ കഴിയില്ല. മസ്കറ്റിലെ ദൈവ പ്രവർത്തി ദുബായിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. നിനക്ക് വേണ്ടി ദൈവ പ്രവർത്തി ആരംഭിക്കും. വെറുതെ ചടങ്ങിനായി വാസം വെക്കരുത്, ചടങ്ങിനായി ഉണർവ് യോഗം വെക്കരുത്. നിങ്ങൾക്കറിയാമല്ലോ, ഇത്രയും ശബ്ദത്തിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഹൃദയവാൽവുകളിൽ ചെണ്ടിട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശബ്ദം ഇനി ഉയരില്ലെന്ന് പിശാച് ചിന്തിച്ചതാണ്. ഞാനിനി ഇതുപോലെ ശബ്ദം എടുക്കില്ലെന്ന് ചിന്തിച്ചതാണ്. ഹല്ലേലൂയ. ഞാനും ചിന്തിച്ചു, എനിക്കിനി പ്രസംഗിക്കാൻ കഴിയില്ല, എനിക്കിങ്ങനെ യാത്ര ചെയ്യാൻ കഴിയില്ല. എന്നാൽ കർത്താവിനോട് പറഞ്ഞു, മോനെ, പണ്ടത്തേക്കാൾ ശക്തിയോടെ, പണ്ടത്തേക്കാൾ ശബ്ദത്തോടെ ഞാൻ നിന്നെ ജനത്തിൻ്റെ നടുവിൽ നിർത്തും. പാപം പെരുകിയിടത്ത് കൃപയാത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. നിന്നെ ദൈവം അഭിഷേകം ചെയ്യാൻ പോകുക, നിന്നെ ദൈവം പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കാൻ പോകുക. നീ ആളും മാറിയവനാകാൻ പോകുക. ശൗലുമുണ്ടോ പ്രവാചകണത്തിൽ എന്ന് പറയുന്ന പോലെ നിന്റെ തലമുറ ആളുമാറിയവനായി മാറാൻ പോകുക. ഒരു അന്ത്യകാല അഭിഷേകത്തിനായി സമർപ്പിച്ചാട്ട്, കൈകളടിച്ച് ആത്മാവിൽ ആരാധിച്ചാട്ട്. എല്ലാവരും അല്പസമയോടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. നിന്റെ പുത്രന്മാർ പ്രവചിക്കും, നിന്റെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. അന്ത്യകാല സകലരുടെ മേൽ ആത്മാവിനെ പകരും. നമ്മുടെ ചെറുപ്പക്കാർ പ്രവചിക്കട്ടെ, നമ്മുടെ ചെറുപ്പക്കാർ പ്രവചിക്കട്ടെ, നമ്മുടെ യുവാക്കന്മാർ പ്രവചിക്കട്ടെ, നമ്മുടെ യുവതികൾ പ്രവചിക്കട്ടെ. ഉറക്കം തൂങ്ങിയ പാട്ടും വായിക്കോട്ട വീട്ടിൽ ആരാധനയല്ല, തീയ അഗ്നി കത്തുന്ന ദൈവജീവൻ വ്യാപരിക്കുന്ന ആരാധന വെളിപ്പെടട്ടെ.
ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സത്യസഭ ഏതെന്ന് വെളിപ്പെടുന്നു. അത് എൻ്റെ കർത്താവിൻ്റെ വരവെടുത്തെങ്കിൽ സത്യസഭ ഏതെന്ന് എൻ്റെ ദൈവം വെളിപ്പെടുത്താൻ പോകുക. അത് മസ്കറ്റിൽ വെളിപ്പെടുത്തും, ദോഹയിൽ വെളിപ്പെടുത്തും, കുവൈറ്റിൽ വെളിപ്പെടുത്തും, ദുബായിൽ വെളിപ്പെടുത്തും, ഇന്ത്യയിൽ വെളിപ്പെടുത്തും. ഏൽപ്പിച്ചോട് കർത്താവെ, എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ, എൻ്റെ തലമുറയെ ഉപയോഗിക്കണേ, എൻ്റെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കണേ. എനിക്കത് കാണണപ്പാ. എൻ്റെ കണ്ണടയും മുമ്പ് എൻ്റെ തലമുറയെ നീ ഉപയോഗിക്കുന്ന കാണണം. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നീ അവരെ ഉപയോഗിക്കണം. കർത്താവെ, എനിക്കത് കാണണം. എന്നെ ഒന്ന് ഉപയോഗിക്കണേ, എൻ്റെ മേലൊരു അഭിഷേകം തരണേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം എന്നെ തുടരണേ എന്ന് ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തി പിടിച്ചാട്ട്. കർത്താവേ, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണേ, നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ, നിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ. ഇന്ന് രാത്രി ഞങ്ങളെ ആ സാമാന്യമായ ദൈവശക്തിയെ നിറയ്ക്കണമേ. സാധാരണ അഭിഷേകമല്ലപ്പാ, അസാധാരണമായൊരു അഭിഷേകം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കട്ടെ. കർത്താവേ, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. നിന്റെ കരം തൊടുന്നോർത്ത് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിക്കുന്നു ചിലർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട്. രോഗസൗഖ്യം ഇവിടെ വെളിപ്പെടാൻ ഗായക സംഭവം വന്നാട്ട്. അത്ഭുതങ്ങളാൽ അടയാളം എന്താ പാടാൻ പോകുന്നത്? അത്ഭുതം യേശുവിൻ നാമം നമ്മൾ പാടാൻ പോവുകയാണ്. പ്രാർത്ഥന ആവശ്യമുള്ളവർ കൈവയ്ക്കുക. കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, സ്തോത്രം, അങ്ങനെയുള്ളവർ മുമ്പോട്ട് വരണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ആത്മാഭിഷേകം ആവശ്യം മുമ്പോട്ട് വരണം. കൃപാവരങ്ങളാൽ ജ്വലിക്കേണ്ടവർ മുമ്പോട്ട് വരണം. കൃപാവരങ്ങൾ ആവശ്യം മുമ്പോട്ട് വരണം. പ്രവചനവാരം ആവശ്യം മുമ്പോട്ട് വരണം. കർത്താവിൻ്റെ ദാസന്മാരും എന്നോടൊപ്പം വരിക. മുമ്പോട്ട് വന്ന് നിൽക്കാണ്ട് നീ മുമ്പിൽ നിൽക്കുന്ന അഭിഷേകന്മാരെല്ലാം നിങ്ങൾ മുമ്പോട്ട് വന്ന് നിൽക്കാൻ. കൈയടിച്ച് പാടുമ്പോൾ വേഗത്തിൽ മക്കളുൾപ്പെടെ കുഞ്ഞുങ്ങളുൾപ്പെടെ പ്രാർത്ഥന ആവശ്യമുള്ളവർ ഓടി വരിക, ഓടി വരിക. കൈയടിച്ച് പാടിയാട്ട്. പെട്ടെന്ന് വന്നാട്ട് മക്കളെ, വന്നാട്ട് പെട്ടെന്ന് വന്നാട്ട് ഓടി വാ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പ്രാർത്ഥന ആവശ്യമുള്ളവർ മുമ്പോട്ട് വന്നാട്ട് വേഗത്തിൽ. രോഗസൗഖ്യം ആവശ്യമുള്ള വന്നാട്ട്, ആത്മവ്യാപാരം ആവശ്യമുള്ളവർ വന്നാട്ട്, അഭിഷേകം ആവശ്യമുള്ള വന്നാട്ട്. ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും സഹോദരിമാർ സഹോദരന്മാർ മുമ്പോട്ട് വന്നാട്ട്. യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ വ്യാപരിക്കാൻ പോകുകയാണ്. പഠിക്കോ, ആത്മാവിൽ ആരാധിച്ചോ. രോഗസൗഖ്യം നൽകണമേ. രാശി എന്തിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടു? അത്ഭുതം നടക്കട്ടെ. കൈതോടനപ്പ നിന്റെ ശക്തി വ്യാപരിക്കണമേ. പൈതലിനെ ഏൽപ്പിക്കുക. നിന്റെ ഹൃദയോടെ വ്യാപരിക്കണമേ. നിന്റെ ശക്തിയോടെ വ്യാപരിക്കണം. ഈ രാത്രി അവൾ അഭിഷേകത്താൽ നിറയട്ടെ. ആത്മാവിന്റെ നിറവിൽ അന്യഭാഷ ദൈവത്തെ ആരാധിക്കണം. പോകണ്ട, അവിടെ നിന്ന് ആരാധിച്ചോ, പോകരുത്. ദൈവശക്തി വ്യാപരിക്കണമേ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദേവിയാഭിഷേകം വ്യാപരിക്കട്ടെ. ദേവിയാഭിഷേകം വ്യാപരിക്കട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. നിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. നിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകം അഭിഷേകം വ്യാപരിക്കട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ നിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അഭിഷേകം വ്യാപരിക്കട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ.
യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. കർത്താവേ, കൃപയാവരിക്കട്ടെ, ശക്തിയാവരിക്കട്ടെ. ആത്മാവിന്റെ നന്മ വെളിപ്പെടുന്ന വിടുതൽ സംഭവിക്കണം. കർത്താവേ, ഈ പൈതൽമേലെ അഭിഷേകം വ്യാപരിക്കണം, ശക്തിയാവരിക്കണം. അമിതമായ ശക്തി, അഭിഷേകം, ശക്തിയാവരിക്കണം, കൃപയാവരിക്കണം, കൃപയാവരിക്കട്ടെ. Oh,
രാത്രി അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിലിരിക്കാം. രാത്രിയിലും കർത്താവിൻ്റെ ദാസനിലൂടെ വളരെ ശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നുവല്ലോ. ആമേൻ. കർത്താവിൻ്റെ ദാസനെ വീട് ശക്തമായി നമ്മുടെ മധ്യ ഉപയോഗിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. നാം ഇന്ന് രാത്രി കേട്ടതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അത് നമ്മുടെ മധ്യയെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. അഭിഷേകമുള്ളവനെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുവാനിടയാകും. അഭിഷേകമുള്ളവന് യാതൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും അവൻ ചവിട്ടുവാനുള്ള അധികാരം അഭിഷേകമുള്ളവനുണ്ട്. രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് ശക്തമായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അന്ധകാര മണ്ഡലങ്ങൾ ഭയപ്പെടണം. അന്ധകാര മണ്ഡലങ്ങൾ തകർന്നു വീഴണം. സ്തോത്രം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടെ നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടയ്ക്കാം. കേൾക്കപ്പെട്ട ദൈവിക ആലോചനയ്ക്ക് മുമ്പാകെ ഒരിക്കൽ കൂടെ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ആ അഭിഷേകത്തിൻ്റെ ശക്തി, ഫിലിപ്പോസിൽ വ്യാപരിച്ച അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയിലും നമ്മുടെ മേൽ വ്യാപരിക്കുന്നുവല്ലോ. ആമേൻ. സ്തോത്രം. ആ അഭിഷേകത്തിൻ്റെ ശക്തി ഉള്ളവന് അവനെ കർത്താവ് ശക്തമായി ഉപയോഗിക്കും. ഏത് തലങ്ങളിലും ഏത് മേഖലകളിലും അവൻ ചെല്ലുന്ന ഇടമല്ല പ്രശ്നം, അവൻ എവിടെ ചെന്നാലും അവനെ കർത്താവ് ഉപയോഗിക്കുവാനിടയായിത്തീരും. അഭിഷേകമുള്ളവൻ യാതൊന്നിനെയും ഭയപ്പെടുകയില്ല. കാരണം അവൻ്റെ മേൽ അവൻ ഒരു അധികാരം കർത്താവ് നൽകിയിട്ടുണ്ട്. അവൻ്റെ ഉള്ളിൽ അഭിഷേകം വ്യാപരിച്ചു കൊണ്ടിരിക്കും. ആമേൻ. ഒരു നിമിഷവും കൂടെ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസനെയും ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. നമ്മെ ശാരീരികമായി ബലഹീനത ഉള്ളപ്പോഴും കർത്താവ് വളരെ ശക്തമായി നമ്മുടെ മധ്യ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. വീണ്ടും ദൈവദാസനെ ഉപയോഗിക്കേണ്ടതിന് നമ്മെ വരും ദിവസങ്ങളിലും മീറ്റിങ്ങുകളിലും ശക്തമായി കർത്താവ് നമ്മെ ദൈവദാസനെ ബലപ്പെടുത്തി നമ്മുടെ മധ്യ ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടുകൂടിയായിരിക്കുമ്പോൾ പ്രിയാജി ബ്രദർ മുമ്പോട്ട് കടന്നു വന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാദിത്യനും പരിശുദ്ധനുമായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവാൻ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല മീറ്റിംഗ് ഇന്ന് രാത്രി കാലത്ത് ഞങ്ങൾ നൽകി തന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മധ്യ പ്രവർത്തിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. മുട്ടോളമല്ല അരയോളമല്ല കർത്താവേ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു വലിയ ആത്മസാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഈ ദിവസങ്ങളിൽ അങ്ങ് ചൊരിയുന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസഭ ക്രമീകരിച്ച രണ്ടാമത്തെ ദിവസക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഒരു ശുശ്രൂഷ നീ നൽകി തന്നതിനായി സ്തോത്രം കർത്താവേ. കടന്നു വന്നപ്പോൾ മുതൽ ഇതുവരെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിന് മറവിൽ ഞങ്ങളെ നീ മറച്ചതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പാടുവാൻ നീ കൃപ തന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ദൈവദാസനെ എടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം
സ്തോത്രം കർത്താവേ. കർത്താവ് തന്റെ ദാസനിലൂടെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ദിവസം കേൾപ്പിച്ചതുപോലെ ഹല്ലേലൂയ ഹല്ലേലൂയ എലീശയുടെ മേൽ പകർന്ന ഒരു ഇരട്ടി ഹല്ലേലൂയ ശക്തി ഹല്ലേലൂയ ദിവസങ്ങൾ ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി കാലം ഞങ്ങൾ കേൾപ്പിച്ചതുപോലെ ഹല്ലേലൂയ സ്തേഫാനോസിന്റെ മേൽ പകർന്ന ഒരു വലിയ ശക്തി ഹല്ലേലൂയ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഈ ദിവസങ്ങൾ അധികം പ്രയോജനപ്പെടുവാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. കർത്താവ് തന്റെ ദാസനെ എത്രത്തോളം ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തല്ലോ. ഇനി ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ കർത്താവേ. ആമേ. തുടർന്ന് നടക്കുന്ന ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷിപ്പാൻ ആവശ്യമായ ദൈവകൃപ തന്റെ ദാസന് മേൽ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തെ ദൈവസരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭാരത്തോടെ വേദനയോടെ കടന്നു വന്നവർ ഇന്ന് രാത്രി കാല അഭിഷേകത്തോടെ അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകുന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കടന്ന സമയം ഇതുവരെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും കൃപയും ഞങ്ങളുടെ മേൽ പകർന്നല്ലേ കർത്താവേ. ഞങ്ങളുടെ ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ ദേവദാസനെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ. കടന്നു വന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയെ ദേശത്ത് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തോടെ ഹല്ലേലൂയ ഉപവാസവും പ്രാർത്ഥനയൊക്കെയും ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹവും വിടുതലാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിലുപരി കർത്താവേ വലിയൊരു ശക്തി ഹല്ലേലൂയ ആത്യന്തിക ശക്തി ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങൾ അനുഭവിച്ച ഹല്ലേലൂയ കർത്താവിനെ സ്തുതിപ്പാൻ ഈ ദിവസങ്ങൾ ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതേക്കായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയാൻ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. നാളെ കടന്നു വരുന്നവരെ നിന്റെ ചിറകുകളിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകല യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേ. നമുക്ക് ആശീർവാദം കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും ഇന്ന് രാത്രി വചന ശുശ്രൂഷ കർത്താവിന്റെ ദാസനോട് ശുശ്രൂഷകളോടും നമ്മെ നമ്മുടെ ഓരോ കുടുംബങ്ങളോടും ലോകത്തെമ്പാടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രിയിലും ജയം നൽകിയ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കും.